സ്തോത്രം. നിങ്ങൾ പാർക്കുന്ന ഭവനത്തിൽ, കുടുംബത്തിൽ, സഭയിൽ, ദേശത്തിൽ, നിങ്ങളുടെ പ്രവൃത്തി മണ്ഡലത്തിൽ ഹല്ലേലൂയ വിശ്വസ്തത മുളപ്പിക്കുവാൻ നിങ്ങൾ തയ്യാറായാൽ ദൈവത്തിൻ്റെ നീതി തീർച്ചയായും നിങ്ങളെ സന്ധിച്ചിരിക്കും. ഹല്ലേലൂയ. അതിന് കുറുക്കു വഴികളില്ല, അതിന് മറുവഴി തേടണ്ട, അതിന് ആരെയും കൂട്ടുപിടിക്കണ്ട. വിശ്വസ്തരായി അവസാനത്തോളം നിങ്ങൾ നിലകൊണ്ടാൽ ദൈവത്തിൻ്റെ നീതി അതാത് സമയങ്ങളിൽ മഞ്ഞു പെയ്യുന്ന പോലെ നിങ്ങളുടെ മേൽ പൊഴിച്ചിരിക്കും. ഹല്ലേലൂയ. ഈ പരമസത്യം നിങ്ങൾ മറന്നു പോകരുത്. അത് നാം ഇന്ന് രാത്രി അല്പം കൂടെ ആഴത്തിൽ പഠിക്കുവാനാണ് കർത്താവിൽ ശരണപ്പെടുന്നത്. വളരെ സാവകാശം നമുക്ക് ഈ വചന ചിന്തകളിലേക്ക് കൊണ്ടുപോകാം. മോശയെക്കുറിച്ചാണ് നിങ്ങളോട് സംസാരിക്കുക. ഈ ചില ദിവസങ്ങളായി മോശയെക്കുറിച്ചുള്ള പഠനത്തിലാണ് ഞാൻ. മോശയെക്കുറിച്ചുള്ള സഭയിലും തുടർമാനമായി ചില ആഴ്ചകളായി മോശയെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. അല്പം കൂടെ ഹല്ലേലൂയ ആഴത്തിൽ ഇന്ന് രാത്രി നിങ്ങളോട് സംസാരിപ്പാൻ മോശയെക്കുറിച്ച് നാം കേട്ടു. ഹല്ലേലൂയ. മോശ തൻ്റെ ഗ്രഹത്തിൽ, ഒന്നും കൂടെ പറഞ്ഞാൽ ദൈവം പറയുന്നു, എൻ്റെ ഗ്രഹത്തിൽ, ദൈവഭവനത്തിലൊക്കെയും മോശ വിശ്വസ്തനായിരുന്നു. 7 കാര്യങ്ങൾ നിങ്ങളോട് പറയണമെന്നാണ് ഇന്നലെ രാത്രി ഞാൻ ആഗ്രഹിച്ചത്. ഒന്നും പറയാൻ പറ്റാഞ്ഞതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല 7 കാര്യങ്ങൾ പറയാൻ പറ്റുമെന്ന്. അത് എൻ്റെ ആഗ്രഹമാണ്, 7 കാര്യം പറയണമെന്ന്. ദൈവത്തിൻ്റെ ആഗ്രഹം 1 കാര്യം പറയാനായിരിക്കാം. അത് നമ്മോട് ദൈവം സംസാരിക്കട്ടെ എന്ന് ഞാൻ ആശിക്കുകയാണ്. മോശയെക്കുറിച്ചുള്ളൊരു കമൻറ്റേഷനാണ് നമ്മളിവിടെ കേട്ടത്. ഹല്ലേലൂയ. മോശ എൻ്റെ ഗ്രഹത്തിലൊക്കെയും ആരായിരുന്നു? വിശ്വസ്തനായിരുന്നു. ദൈവത്തിന് ചങ്കത്ത് കൈവച്ച് അഭിമാനത്തോടെ പറയുന്ന ഒരു കൂട്ടം വിശ്വസ്തന്മാരെ ഈ കാലഘട്ടത്തിന് ആവശ്യമുണ്ട്. എല്ലാ കാലത്തും ഞാൻ ഓർപ്പിച്ച പോലെ ദൈവത്തിന് ഒരു സ്വപ്നമുണ്ട്. ദൈവത്തിന് ഗോഡ് ഹാസ് എ ഡ്രീം അബൌട്ട് ഈച്ച് ആൻഡ് എവരി വൺ. എല്ലാവരെ കുറിച്ചും ദൈവത്തിന് സ്വപ്നമുണ്ട്. നാം ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യം വേദപുസ്തകത്തിലെ ഏറ്റവും വലിയ വാഗ്ദത്ത വചനമായിട്ടൊക്കെ വായിക്കാറുണ്ട്. നല്ല കാര്യമാണ്, അങ്ങനെ തന്നെ ആയിരിക്കട്ടെ. സ്ത്രീയുടെ സന്തതിയായി പിറക്കുവാൻ പോകുന്ന ഹല്ലേലൂയ മശിഹായെക്കുറിച്ചുള്ള വെളിപ്പാടിൻ്റെ ആദ്യത്തെ സൂചനയാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ തരുന്നത്. എന്നാൽ അവിടെ തന്നെ നിന്നുകൊണ്ട് അങ്ങനെ നാം തിയോളജിക്കലായിട്ട് ഒത്തിരി ആഴത്തിൽ ഇറങ്ങുമ്പോൾ തന്നെ എല്ലാ മനുഷ്യരെക്കുറിച്ചും തലമുറകളെക്കുറിച്ചുമുള്ള ദൈവത്തിൻ്റെ ഒരു സ്വപ്നം കൂടാണ് അവിടെ വെളിപ്പെടുന്നത്. സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തല തകർക്കും. തലയെന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, പിശാചിൻ്റെ തലയെന്നുള്ള ഭാഷയിൽ നിങ്ങൾക്കറിയാം ചിന്താമണ്ഡലങ്ങൾ, കണക്ക് കൂട്ടലുകൾ, അല്ലെങ്കിൽ വക്രതകൾ, കുബുദ്ധികൾ ഒക്കെ ഉരുത്തിരിയുന്ന പിശാചിൻ്റെ പദ്ധതികളെ ചവിട്ടിമെതിക്കുന്ന ഒരു തലമുറയെ എല്ലാ കാലഘട്ടത്തിലും ദൈവത്തിന് ആവശ്യമുണ്ട്. ഹല്ലേലൂയ. ഓരോരുത്തരെയും വിരൽ ചൂണ്ടി പരിശുദ്ധാത്മ പറയുകയാണ്, ഐ എം ലുക്കിംഗ് ഫോർ എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഏബിൾ ടു ക്രഷ് ആൻഡ് ട്രാമ്പിൾ അപ്പോൺ ദ വർക്ക് ഓഫ് ദ എനിമി. പിശാചിൻ്റെ പ്രവൃത്തികളെ അഴിപ്പാൻ നമുക്ക് വരം ലഭിച്ചെങ്കിൽ പിശാചിൻ്റെ തല തകർക്കുന്ന ഒരു കൂട്ടം സന്തതികളായി ഇന്ന് രാത്രി തീരുവാൻ ദൈവം നമ്മെക്കുറിച്ച് സ്വപ്നം കാണുന്നു. ഹല്ലേലൂയ. പിശാചിൻ്റെ പദ്ധതികൾക്ക് മുമ്പാകെ തലകുനിച്ച് തളർന്നിട്ട് ഇങ്ങനെ ആയിപ്പോയല്ലോ എന്ന് പദം പറയുന്നവരെ അല്ല ദൈവത്തിന് വേണ്ടത്. പിശാചിൻ്റെ പദ്ധതികളെ അഴിച്ചു മാറ്റുന്ന അഭിഷിക്തന്മാരെയാ ഈ കാലഘട്ടത്തിൽ ദൈവത്തിന് ആവശ്യം. ഹല്ലേലൂയ. നാം അലറുന്ന ഒച്ച കൊണ്ടോ ഹല്ലേലൂയ നമ്മുടെ പ്രാർത്ഥനയുടെ കൂടുതൽ കൊണ്ടോ ഒന്നും അല്ല പിശാച് നമ്മെ വിട്ടുമാറുന്നത്. നസ്രായനായ യേശുവിൻ്റെ നാമം പറയുന്നവർ വിശ്വസ്തന്മാരായിരിക്കണം. ഹല്ലേലൂയ. അങ്ങനെ മോശയെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ആ കമൻറ്റേഷനാണ്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പ്രസ്താവനയാണ്, ദൈവത്തിൻ്റെ സാക്ഷ്യപത്രമാണ്. മോശ ദൈവഭവനത്തിലൊക്കെയും വിശ്വസ്തനായിരുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി നാം ഒരു കാര്യമെങ്കിലും ധ്യാനിപ്പാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. മോശ വിശ്വസ്തതയെ ആചരിച്ച ചില പ്രത്യേക മേഖലകളുണ്ട് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ, കുടുംബ ജീവിതത്തിൽ, സഭാ ജീവിതത്തിൽ. അത് നമുക്ക് പ്രാവർത്തികമാക്കുവാൻ കഴിയും. നീല നദിയുടെ തീരത്താരംഭിച്ച് നെബോ പർവ്വതത്തിൻ്റെ മുകളിൽ 120-ാമത്തെ വയസ്സിൽ കണ്ണുമങ്ങാത്തവനായി, ദേഹബലം ക്ഷയിക്കാത്തവനായി, ദൈവത്തിൻ്റെ കയ്യാൽ അടക്കം ചെയ്യപ്പെട്ട മോശയുടെ ജീവിത ചരിത്രം സംഭവ ബഹുലമായ ജീവചരിത്രമാണ്. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ആവേശത്തോടെ പറയുവാൻ കഴിയുന്ന ഒരു വലിയ ചരിത്രം തന്നെയാണ് മോശയുടെ ചരിത്രം. അതിനെ 3 40കളായി നമുക്ക് വിഭജിക്കാം. ഒന്നാമത്തെ 40 കാലഘട്ടം, 40 വർഷം മിസ്രൈമിലെ കാലഘട്ടമാണ്, ഒരു രാജകുമാരൻ എന്ന നിലയിൽ വളർന്ന കാലഘട്ടം. രണ്ടാമത്തെ 40 വർഷം മിദ്യാനിലാണ് താൻ ജീവിച്ചത്, ഒരു ആട്ടിടയൻ എന്ന രീതിയിൽ ജീവിച്ച കാലഘട്ടം. മൂന്നാമത്തെ 40 വർഷം മരുഭൂമിയിൽ ജീവിച്ച കാലഘട്ടമാണ്. ദൈവസഭയുടെ നായകൻ, വീണ്ടെടുപ്പുകാരൻ എന്ന നിലയിൽ ഹല്ലേലൂയ
വളർന്നു വന്ന് ശുശ്രൂഷിച്ച ഒരു കാലഘട്ടം. ഈ 3 കാലഘട്ടങ്ങളും ദൈവത്തിന് വിശേഷ കാലഘട്ടങ്ങളാണ്, ദൈവത്താൽ പ്രയോജനപ്പെട്ട കാലഘട്ടങ്ങളാണ്. ആരും അറിയാത്തവനായി ഒളിച്ചു പാർത്തപ്പോഴും എല്ലാവരും അറിയാവുന്നവനായി ജീവിച്ചപ്പോഴും മോശയുടെ ജീവിതം വിശ്വസ്തതയുടെ കാലഘട്ടമായിരുന്നു. പ്രൈസ് ഗോഡ്. ഇനി നമ്മൾ കടന്നു വരുന്നത് മോശയുടെ ജീവിതത്തെക്കുറിച്ച് എബ്രായ ലേഖന കർത്താവ് പറഞ്ഞിരിക്കുന്ന സുപരിചിതമായ വിശ്വാസ വീരന്മാരുടെ പട്ടികയിൽ നിന്ന് 2 വാക്യം എടുത്തുകൊണ്ട് മോശ തൻ്റെ തിരഞ്ഞെടുപ്പിൽ, തൻ്റെ വിളിയിൽ വിശ്വസ്തനായിരുന്നു എന്ന ചിന്തയിലേക്ക് നമുക്ക് ഒരുമിച്ച് പ്രവേശിക്കാം. വളരെ ഹല്ലേലൂയ സുപരിചിതമായ ഭാഗമാണല്ലോ എബ്രായ ലേഖനം 11-ാം അധ്യായം. അതിൻ്റെ 24, 25, 26 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. വിശ്വാസത്താൽ മോശ താൻ വളർന്നപ്പോൾ പാപത്തിന്റെ തൽക്കാല പദം നിങ്ങൾ ശ്രദ്ധിക്കണം. വിശ്വാസത്താൽ മോശ താൻ വളർന്നപ്പോൾ. പറഞ്ഞ പദം നിങ്ങൾ മറന്നു പോകല്ലേ. വായിക്കുമ്പോൾ ഒന്നുകൂടെ ഓർത്തുകൊള്ളണം. ഹല്ലേലൂയ, മോശ വളർന്നപ്പോൾ. ഇനി അടുത്ത പദം വായിച്ചു. പാപത്തിന്റെ തൽക്കാല ഭോഗത്തെക്കാളും ദൈവജനത്തോടുകൂടെ കഷ്ടം അനുഭവിക്കുന്നത് തിരഞ്ഞെടുത്തു. പ്രതിഫലം നോക്കിയത് കൊണ്ട് ഫറവോന്റെ പുത്രിയുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്നത് നിരസിക്കുകയും മിസ്രയീമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനമെന്ന് എണ്ണുകയും ചെയ്തു. മതി, സ്തോത്രം. ഇത് വളരെ സുപരിചിതമാണ്, നമ്മൾ ആവർത്തിച്ച് കേൾക്കുന്ന പ്രസംഗമാണ്, കാണാപ്പാടമാണ്. ഹല്ലേലൂയ. എന്നാൽ ഇവിടെ നിന്നുകൊണ്ട് എനിക്ക് നിങ്ങളോട് പങ്കുവെക്കുവാനുള്ള സന്ദേശം, നാം തിരഞ്ഞെടുപ്പിൽ, തീരുമാനങ്ങളിൽ വിശ്വസ്തരായിരിക്കണം. അല്ലേ? ദൈനംദിനം രാവിലെ എഴുന്നേറ്റാൽ സന്ധ്യ സമയം വരെ നാം എത്രയോ തീരുമാനങ്ങളാണ് എടുക്കുന്നത്. അല്ലെങ്കിൽ ഈ കിടക്കയിലേക്ക് പോകുന്നതിന് മുമ്പ് പല തീരുമാനങ്ങളും നടന്നില്ലല്ലോ എന്നോർത്ത് നമ്മൾ ഖേദിക്കാറുണ്ട്. പലതും അലലിയ സമർപ്പിച്ചിട്ടും പ്രതിഷ്ഠിച്ചിട്ടും തീരുമാനമെടുത്തിട്ടും നടക്കാൻ സാധിക്കാത്തതിൻ്റെ ഖേദം ഒരു വശത്തും, അപ്പോൾ തന്നെ എടുത്ത തീരുമാനങ്ങൾ ചെയ്യുവാൻ കഴിഞ്ഞതിൻ്റെ സംതൃപ്തിയും അലലിയ സന്തോഷവും മറുവശത്തുമൊക്കെ ഉണ്ട്. ഇവിടെ ഈ മനുഷ്യൻ എടുക്കുന്ന തീരുമാനത്തെയാണ് ഓർപ്പിക്കുന്നത്. അപ്പോസ്തലപ്രവൃത്തി 7-ാം അധ്യായത്തിൽ അല്ലിയ പ്രസിദ്ധമായ സ്തെഫാനോസിൻ്റെ യെരുശലേമിലെ പ്രസംഗം നിങ്ങൾക്ക് സുപരിചിതമാണ്. വളരെ സുദീർഘമായ പ്രസംഗങ്ങളിൽ ഒന്നാണ് സ്തെഫാനോസിൻ്റെ പ്രസംഗം. ആ പ്രസംഗത്തിലും അല്ലെങ്കിൽ മോശയെക്കുറിച്ച് പറഞ്ഞു തുടങ്ങുന്നത്, അക്കാലത്ത് മോശ മുതിർന്നപ്പോൾ എന്നൊരു പദമുണ്ട്. അക്കാലത്ത് മോശ മുതിർന്നപ്പോൾ. ഇനി പുറപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യത്തിലും ഹല്ലേലൂയ മോശയുടെ ജീവചരിത്രത്തെക്കുറിച്ച് എഴുതുമ്പോൾ അവിടെയും ഇങ്ങനെയുണ്ട്, അക്കാലത്ത് മോശ മുതിർന്നപ്പോൾ. ഈ ഒരു പദം വളരെ ശ്രദ്ധിക്കണം. വിശ്വസ്തത എന്ന പദത്തെക്കുറിച്ച് നാം വ്യാഖ്യാനിച്ച് അതിൻ്റെ മർമ്മം ഗ്രഹിക്കുമ്പോൾ ഹല്ലേലൂയ പക്വതയുള്ളവരുടെ സ്വഭാവമാണ് വിശ്വസ്തത. മുതിർന്ന മോശ, മുതിർന്ന എന്നൊരു പദമാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. മുതിരുക എന്നൊരു പദം കൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത് പ്രായമാണ്. 10 വയസ്സ്, 20 വയസ്സ്, 50 വയസ്സ്, 80 വയസ്സൊക്കെ പ്രായവും പക്വതയുമുള്ളവർ എന്നൊരു പദപ്രയോഗം നമ്മുടെ ഇടയിൽ സാധാരണമുണ്ട്. ഇവിടെ മോശയെക്കുറിച്ച് പറയുന്നത് അക്കാലത്ത് മോശ മുതിർന്നപ്പോൾ. 40 വയസ്സാണ് ഹല്ലേലൂയ എന്ന് നമ്മൾ അവിടെ കാണുന്നുണ്ട്. ഹല്ലേലൂയ. സ്തെഫാനോസും പറയുന്നു അവന് ഏകദേശം 40 വയസ്സായപ്പോൾ. ഇവിടെയും നാം വായിച്ചു മോശ മുതിർന്നപ്പോൾ. മോശയ്ക്കൊരു തെളിവ് അല്ലെങ്കിൽ വെളിപ്പാട് കിട്ടി. തൻ്റെ സഹോദരന്മാർ ആരാണെന്നുള്ള വെളിപ്പാട് കിട്ടി. സഹോദരന്മാരുടെ ഭാരമുള്ള വേല നോക്കുവാൻ മോശ കടന്നുപോയി എന്നാണ് നാം വായിക്കുന്നത്. മിസ്രയീമിലെ കൊട്ടാരത്തിൻ്റെ തർത്തുമീസ് ദേവിയുടെ രാജകുമാരിയുടെ ഹല്ലേലൂയ വളർത്തുമകൻ എന്ന സകല പ്രതാപത്തോടും കൂടെ, ജോസിഫസിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഹല്ലേലൂയ സർവ്വ സൈനാധിപനായി മിസ്രയീമിൽ വാഴുന്ന കാലഘട്ടത്തിലാണ് തൻ്റെ ഉള്ളിലൊരു വെളിപ്പാട്, ഇതിന് പുറത്തെനിക്കൊരു സഹോദരന്മാരുണ്ട്. ഇന്ന് രാത്രികാലം ദൈവമക്കളുടെ വിശ്വസ്തതയുടെ ഒന്നാമത്തെ തെളിവ് തൻ്റെ സഹോദരന്മാരെ കുറിച്ചുള്ള വെളിപ്പാടാണ്. ഹല്ലേലൂയ. ദൈവമക്കളെ, നമ്മളൊരു വേറിട്ട കൂട്ടമാണ്. ഹല്ലേലൂയ. പല കുടുംബത്തിൽ പിറന്ന് പല ഭാഷ സംസാരിക്കുന്ന, പല സംസ്കാരം, പല ആഹാര രീതി, പല രീതിയിലൊക്കെ ആണെങ്കിലും ഇന്ന് രാത്രി തിരിച്ചറിയേണ്ട ഒരു പരമസത്യം, നാം ഒരപ്പൻ്റെ മക്കളാണ്. അല്ല, ദൈവസഭകൾ ഇന്ന് രാത്രി കാലഘട്ടത്തിൽ മറന്നു പോകരുതാതെ ചങ്കോട് ചേർത്ത് വെച്ച് പറയേണ്ട ഒരു പദമാണ്, ഞങ്ങൾ ഒരപ്പത്തിൻ്റെ അവകാശികളാ, ഞങ്ങൾ സഹോദരന്മാരാണ്. സഹോദരന്മാരെ കുറിച്ച് വെളിപ്പാടുണ്ടായിരിക്കണം. പുനരുത്ഥാനം ചെയ്ത യേശു തൻ്റെ കല്ലറയ്ക്കിലേക്ക് ഓടി വന്ന സഹോദരിമാരിൽ ഒരാളായ മറിയെ, ഹല്ലേലൂയ, ആവേശത്തോടെ കല്ലറ കാണുവാൻ വന്ന് കല്ലറയിൽ സുഗന്ധം പൂശുവാൻ വന്ന മറിയയ്ക്ക് വ്യത്യസ്തമായൊരു കാഴ്ചപ്പാട്, അവനവിടെ ഇല്ല എന്നുള്ള വെളിപ്പാട് കിട്ടിയിട്ട് ഉരുണ്ടുമാറിയ കല്ലുമലിൽ മടക്കി വെച്ച ശീലകളുമൊക്കെ കണ്ട് അല്ലെ ദൂതന്മാരുടെ ശബ്ദവും കേട്ടിട്ട് അവൾ നിൽക്കുമ്പോൾ അവളുടെ പുറകിൽ കേട്ട ഹല്ലേലൂയ മറിയ എന്നുള്ള പേരിൽ അവൾ റബൂനി എന്ന് പറഞ്ഞ് ആലിംഗനം ചെയ്യുവാൻ ഓടിച്ചെല്ലുമ്പോൾ എന്നെ തുടരുതെന്ന് പറഞ്ഞു വിലക്കുന്ന യേശു അവളോട് പറഞ്ഞൊരു പദമുണ്ട്, നീ ഇവിടെ നിന്ന് പോയി എൻ്റെ സഹോദരന്മാരോട് പറയണം, ഞാൻ
ഞാൻ ഉയർത്തെഴുന്നേറ്റുവെന്ന്. ഉയർത്തെഴുന്നേൽപ്പിൽ കൂടെ നമുക്ക് ലഭിച്ചതാണ് യേശുവിൻ്റെ സഹോദരന്മാർ എന്ന വലിയൊരു പദവി. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ആത്മാവിൽ സന്തോഷിക്കണം. ആദിജാതൻ ക്രിസ്തു, ഹല്ലേലൂയ, ഏകജാതനായവൻ, ഹല്ലേലൂയ, ആദിജാതനായി മാറി. ആ ആദിജാതൻ്റെ സഹോദരന്മാരാണ് നാം എന്ന ബോധ്യം നമുക്കുണ്ടായിരിക്കണം. സഭകളിലെ അപജയത്തെ ഇന്ന് രാത്രി ഞാൻ ഓർപ്പിച്ചല്ലോ. എഫെസോസ് മുതൽ ലവോദിക്ക വരെയുള്ള സഭയിൽ വിശ്വസ്തന്മാർ കുറഞ്ഞു പോയതിൻ്റെ കാരണം സഹോദര സ്നേഹം സഭയിൽ നിന്ന് നഷ്ടപ്പെട്ടത് കൊണ്ടാണ്. എൻ്റെ ഇടത്തും വലത്തും ഇരിക്കുന്നവനെ ജഡവും രക്തവും മാംസവുമുള്ള കേവലം മനുഷ്യനായി കാണാതെ, അല്ല, ഒരു ശരീരത്തിൻ്റെ അവയവമായി, ഒരു ശരീരത്തിലെ അംഗമായി കാണുവാനുള്ള ഒരു വിശാല കാഴ്ചപ്പാടിന് വേണ്ടി ഇന്ന് രാത്രി ദൈവമക്കൾ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. അല്പം കഠിനമായി ഞാൻ ഓർപ്പിച്ച കണക്ക് തോന്നിയെങ്കിലും ഹല്ലേലൂയ, നിങ്ങളൊന്ന് വിശ്വാസത്തിലൊന്ന് ഉറച്ചു വന്നാട്ടെ ദൈവമക്കളെ. ദൈവത്തിൻ്റെ സ്വപ്നമാണ് അല്ല ക്രിസ്തു എന്ന ആദ്യജാതൻ്റെ അനുജന്മാരായി അനുജത്തിമാരായി ഒരു ശരീരത്തിലെ അംഗങ്ങളായ ഒരു സഹോദരവർഗമാണ് നമ്മൾ. നമുക്കൊരു പ്രതിബദ്ധതയുണ്ട് കൂട്ടു സഹോദരന്മാരോട്. ലേഖനത്തിൽ ആവർത്തിച്ച് അപ്പോസ്തലനായ പൗലോസും പത്രോസും യൂദയുമൊക്കെ, എന്തിനേറെ പറയുന്ന യാക്കോബുമൊക്കെ ഓർപ്പിക്കുന്ന ഒരു പദപ്രയോഗമാ സഹോദര പ്രീതിയിൽ സ്ഥായി പൂളണം, സഹോദര പ്രീതി നിലനിൽക്കട്ടെ, സഹോദര സ്നേഹം, സഹോദര വർഗ സ്നേഹം നമുക്കുണ്ടാകണം. ഒരമ്മയുടെ ഉദരത്തിൽ പിറന്ന ഒരു രക്തമോടുന്ന സഹോദരൻ എന്ന അർത്ഥത്തിൽ മാത്രമല്ല, യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട സഹോദരന്മാരാണ് ഞങ്ങളെന്നൊരു കാഴ്ചപ്പാട് നമുക്കുണ്ടായിരിക്കണം. ആത്മീയ ലോകത്തിന് നഷ്ടപ്പെട്ടതിൻ്റെ കാരണം അതാണ്. പല സഭകൾ ഉണ്ടാകുന്നതിന് കുഴപ്പമില്ല. ഞാൻ ഓർപ്പിച്ചായിരുന്നു, ടൈറ്റിലിൽ സഭയുണ്ടാകുന്നതിന് കുഴപ്പമില്ല. ആരാധന സ്വാതന്ത്ര്യത്തിന്, ഒരുമിച്ചുള്ള കൂട്ടായ്മയ്ക്ക്, വളർച്ചയ്ക്കൊക്കെ സഭയും സംഘടനകളും ഒക്കെ നമുക്ക് കാലഘട്ടത്തിൽ ആവശ്യമാണ്. ഞങ്ങളെല്ലാം ഒറ്റ സഭ കീഴിലാണെന്ന് പറയുന്നതിനേക്കാൾ നല്ലതാണ്. എന്നാൽ ലക്ഷ്യം ഒന്നായിരിക്കണം, ലക്ഷ്യം യാത്ര ഒന്നായിരിക്കണം, ജീവിതം ഒന്നായിരിക്കണം, വിശുദ്ധി ഒന്നായിരിക്കണം. അങ്ങനാണെങ്കിൽ മാത്രമേ ഒരു സമൂഹം ഉറപ്പുള്ള കെട്ടിടമായി മാറത്തുള്ളൂ. പക്ഷെ സഭ മറന്നുപോകാത്ത ഒരു വലിയ ദൗത്യമാണ്, ഞങ്ങൾ ക്രിസ്തുവിൻ്റെ സഹോദരന്മാരാണ്. ഹല്ലേലൂയ. ഇവിടെയുള്ള ദൈവസഭകൾക്കായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. എല്ലാവരും പലരും കടന്നു വന്നിട്ടുണ്ടല്ലോ. ഇവിടെയുള്ള യുണൈറ്റഡ് പെന്തക്കോസ്റ്റൽ ഫെലോഷിപ്പിൻ്റെ പ്രവർത്തനങ്ങൾക്കായി സ്തോത്രം. പല UPFൻ്റെയും കൺവെൻഷന് ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. ആദ്യമേ ചെന്നപ്പോൾ UPF 1, രണ്ടാമത് ചെന്നപ്പോൾ UPF 2. അല്ല, ഈ ഇടയ്ക്ക് തന്നെ ഒരാൾ വിളിച്ചായിരുന്നു, യഥാർത്ഥ UPF ഞങ്ങൾ ഒക്ടോബർ മാസത്തിൽ പാസ്റ്റർ നാട്ടിൽ വരുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ കൺവെൻഷനും കൂടെ ഒന്ന് പ്രസംഗിക്കണേ. അപ്പോൾ യുണൈറ്റഡ് ഡിവൈഡഡ് പെന്തക്കോസ്റ്റൽ ഫെലോഷിപ്പ് എന്നാക്കാമെങ്കിൽ ഞാൻ വരാമെന്ന് പറഞ്ഞല്ലോ. അത് യുണൈറ്റഡ് പെന്തക്കോസ്റ്റൽ ഫെലോഷിപ്പ് 1ഉം യുണൈറ്റഡ് പെന്തക്കോസ്റ്റൽ ഫെലോഷിപ്പ് 2 എന്ന് പറയുന്നതിനേക്കാൾ ഡിവൈഡഡ് പെന്തക്കോസ്റ്റൽ ഫെലോഷിപ്പ് എന്ന് പറയുന്നതാണ് കറക്റ്റ് പേര്. നോക്കണം, അല്ലെ, നമ്മളൊരു സഹോദരന്മാരാണ്. അല്ല, നമുക്കൊരു പ്രതിബദ്ധതയുണ്ട് സമൂഹത്തോട്. നമുക്കൊരു പുതിയ ഭാഷയുണ്ട്. നമുക്ക് പുതിയ ഭാഷ എന്ന് പറഞ്ഞാൽ ഉടനെ അന്യഭാഷയെക്കുറിച്ച് അറിയത്തുള്ളൂ. നമ്മൾ പുതിയ ഭാഷയെന്ന് കേട്ട ഉടനെ ഹല്ലേലൂയ, അല്ലേ, യേശു പറഞ്ഞ ഹല്ലേലൂയ, ഞാൻ നിങ്ങളെ അധികാരത്തോടെ പുറത്തേക്ക് അയക്കുന്നു, എൻ്റെ നാമത്തിൽ നിങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കും, രോഗികളെ സൗഖ്യമാക്കും, മരണകരമായി ഒന്നും കടിച്ചാലും ഒരു ദോഷവും വരത്തില്ല, നിങ്ങൾ പുതുഭാഷകളെ സംസാരിക്കും. ഈ പുതിയ ഭാഷ എന്ന് കേട്ട ഉടനെ നമ്മുടെ വ്യാഖ്യാനം ആർക്കും മനസ്സിലാകാത്ത സ്വർഗീയ ഭാഷയായ അന്യഭാഷ ഞാൻ സംസാരിക്കുമെന്ന്. അത് ശരിയാണ്, അന്യഭാഷയിൽ നാം ആത്മാവിൽ ആരാധിക്കും. പക്ഷേ അപ്പുറത്തൊരു ഭാഷയുണ്ട്. രക്ഷിക്കപ്പെട്ടവൻ്റെ സംസാരം പുതിയ ഭാഷ. രക്ഷിക്കപ്പെട്ടവന് എല്ലാവരും പറയുന്നത് പോലെ പറയുവാൻ നമുക്ക് പ്രമാണമില്ല. എല്ലാവരും പോകുന്നിടത്ത് പോകുവാൻ നമുക്ക് പ്രമാണമില്ല. എല്ലാവരും കഴിക്കുന്നത് കഴിക്കാനും കുടിക്കാനും, എല്ലാവരും ചെയ്യുന്നത് പോലെ പെരുമാറാനും നമുക്ക് പ്രമാണമില്ല. നമുക്കൊരു ലാംഗ്വേജ് ഉണ്ട്. ഈവൻ ദ ബോഡി ലാംഗ്വേജ് ഓഫ് എ സെയിന്റ് ഓഫ് ഗോഡ് ഈസ് അട്ടർലി ആൻഡ് എൻറ്റർലി ഡിഫറെന്റ് ഫ്രം ദ വേൾഡ്. ഹല്ലേലൂയ. ഒരു ദൈവഭക്തന്റെ വസ്ത്രധാരണം പുതിയതായിരിക്കണം, ദൈവഭക്തന്റെ നോട്ടം പുതിയതായിരിക്കണം, ദൈവഭക്തന്റെ ചിന്ത പുതിയതായിരിക്കണം, ഇടപാടുകൾ പുതിയതായിരിക്കണം. ഒരു ദൈവമക്കൾക്ക് ഒരു പുതിയ ഭാഷയുണ്ട്. അത് ഇന്ന് രാത്രി തിരിച്ചറിയണം. ഹല്ലേലൂയ. കാരണം ഈ ലോകത്തിന്റെ സ്വപ്നം എന്ന് പറയുന്നത് നിങ്ങളെ ലോകത്തിന്റെ ലാംഗ്വേജ് പഠിപ്പിക്കണമെന്നാണ്. ഹല്ലേലൂയ. നിങ്ങൾക്കറിയാമോ, ഹല്ലേലൂയ, കുലീനന്മാരും രാജസന്തതിയിൽ പിറന്നവരും പ്രയോജനമുള്ളവരുമായ യൗവനക്കാരായ ചിലരെ കൽദയ രാജാവായ അല്ലെങ്കിൽ നെബൂഖദ്നേസർ രാജാവ് പിടിച്ചുകൊണ്ട് വന്നിട്ട് തൻ്റെ ഷണ്ണാധിപനോട് എന്താ പറഞ്ഞത്? നമുക്കിവരെ കൽദയരുടെ ഭാഷ പഠിപ്പിക്കണം, നമുക്കിവരെ കൽദയരുടെ ഭാഷ പഠിപ്പിക്കണം. അല്ലെ, എബ്രായ ഭാഷ കൊണ്ട് അർത്ഥമാക്കുന്നത് ഒരു രാജ്യത്തിൻ്റെ ഭാഷ എന്നുള്ള അർത്ഥത്തിലല്ല, ഒരു സംസ്കാരമാണ്. പെന്തിക്കോസുകാരൻ്റെ സംസ്കാരം മാറ്റിമറിച്ചിട്ട് ഈ ലോകത്തിൻ്റെ വിഷവിത്തൻ്റെ അകത്ത് കുത്തി നിറയ്ക്കുവാൻ ലോകം പഠിപ്പിക്കുന്ന ഒരു ലാംഗ്വേജ് ഉണ്ട്. അത് ദൈവസഭയ്ക്കകത്ത് കയറാതിരിക്കുവാൻ വിശ്വസ്തന്മാർ കാവൽ നിൽക്കേണ്ട ഒരു കാലഘട്ടമാണെന്ന് ഞാൻ ആത്മാവിൽ ദൂത് പറഞ്ഞാൽ എത്ര പേർ അതിന് ആമേൻ പറയും?
വക്രതയും ചതിവും വഞ്ചനയും ഒറ്റിക്കൊടക്കലും ഒറ്റിപ്പെടുത്തലുകളും ഹല്ലേലൂയ ഒക്കെ നടക്കുന്ന ഈ ആത്മീയ ലോകത്തിൽ ഇന്ന് രാത്രി ദൈവത്തിന് ആവശ്യമുള്ളത് യഹോവയുടെ ആലയത്തിൽ വാതിൽക്കാവൽക്കാരായി നിൽക്കുന്നത് എനിക്കേറെ ഇഷ്ടമെന്ന് അഭിമാനത്തോടെ പറയുന്ന ആരെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ ഇന്ന് രാത്രി എനിക്കൊരു പേര് കിട്ടിയില്ലെങ്കിലും, എന്നെ ആരും അപ്രിഷ്യേറ്റ് ചെയ്തില്ലെങ്കിലും, എന്നെ ആരും അംഗീകരിച്ചില്ലെങ്കിലും, സഭയുടെ അകത്ത് അശുദ്ധി കിടക്കാതെ ഞാൻ വാതിൽക്കലുണ്ടായിരിക്കും. സഭയ്ക്കകത്തുള്ള ദൈവകൃപ പിശാച് ചോർത്തിക്കൊണ്ടു പോകാതെ ഞാൻ വാതിൽക്കലുണ്ടായിരിക്കുമെന്ന് കൃപയുള്ള കരുത്തുള്ള അഭിഷക്തന്മാർ ആരെങ്കിലും ഇന്ന് രാത്രി ഇതിനകത്തുണ്ടെങ്കിൽ യഹോവ നോക്കുന്നു. യഹോവയുടെ ആലയത്തിൽ വാതിൽ കാവൽക്കാരനായി നിൽക്കുന്നത് എനിക്ക് ഏറെ ഇഷ്ടം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സഹോദരന്മാർ ആരാണെന്നറിയണം. മനുഷ്യരെ പോലെ കാണാൻ പഠിക്കണമെന്നാ. ഹല്ലേലൂയ. ഞാൻ മാത്രമേ ഉള്ളൂ ഭൂമിയിൽ മനുഷ്യൻ, വേറെ എല്ലാവരും മൃഗങ്ങളാണോ മരങ്ങളാണോ എന്നൊരു ബോധ്യം. അത് കാഴ്ചപ്പാടിൻ്റെ വ്യത്യാസമാണ്. മർക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായം വായിക്കേണ്ടതിന് 22 മുതൽ 25 വരെയുള്ള വാക്യങ്ങളിൽ യേശു സൗഖ്യം കൊടുക്കുന്ന പല രോഗികളിൽ ഒരു കുരുടൻ്റെ സൗഖ്യം ഇവിടെ കാണാൻ പറ്റും. യേശു ഇങ്ങനെ ഹല്ലേലൂയ ബെത്സയിദിലെത്തിയപ്പോൾ ഒരു കൂട്ടം ആൾക്കാർ ഹല്ലേലൂയ ഒരു കുരുടനെ യേശുവിൻ്റെ അടുക്ക കൊണ്ടുവന്നു. അവർ പറഞ്ഞു, ഗുരു ഹല്ലേലൂയ ഇവനെ ഒന്ന് തൊടണം, സൗഖ്യം പ്രാപിക്കണം. നമുക്ക് ഇങ്ങനെയൊക്കെയാക്കി ആഗ്രഹം. ഹല്ലേലൂയ നമ്മളെ ഈ സൗഖ്യത്തിൻ്റെ പദ്ധതിയൊക്കെ തീരുമാനിക്കുന്നത് തൂവാല വീശണോ, കൈവെക്കണോ, തെള്ളിയിടണോ, പിടിച്ചു മാറ്റണോ എന്നൊക്കെ നമ്മളാ തീരുമാനിക്കുന്നത്. യേശുവിൻ്റെ അടുക്ക ഒന്ന് പറയുകയാണ്, ഞങ്ങൾക്കൊരാഗ്രഹമുണ്ട്, യു ജസ്റ്റ് ലേ യുവർ ഹാൻഡ്സ് അപ്പോൺ ഹിം, ഇവൻ്റെ മേലൊന്ന് കൈ വെക്കണമെന്ന് പറഞ്ഞു. യേശു പറഞ്ഞല്ലേ അവിടെ വായിക്കുന്നത്, ഹി ടുക്ക് ഹിം എവേ ഫ്രം ദ സിറ്റി എന്ന്. അവനെ പട്ടണത്തിന് വെളിയിൽ, ഊരിന് വെളിയിൽ കൊണ്ടുപോയി. അതൊക്കെ പറയുമ്പോൾ നമുക്ക് വലിയ സന്തോഷമല്ലേ അല്ലേ? ബോംബെയിൽ നിന്നും അല്ലല്ലേ കുമ്പനാട്ടിൽ നിന്നും കോടഞ്ചേരിയിൽ നിന്നൊക്കെ ഇവിടെ കൊണ്ടുവന്നിട്ട് പിടിച്ച ദൈവത്തിന് സ്തോത്രം പറഞ്ഞിട്ട് ഊരിന് പുറത്ത് കൊണ്ടുപോയി കാഴ്ചപ്പാട് തന്ന ദൈവത്തിന് സ്തോത്രം. പട്ടണത്തിന് വെളിയിൽ കൊണ്ടുപോയി ഇന്ന് വരെ കാണാത്ത ദൈവകൃപ കാണുവാൻ, ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ദൈവിക സന്തോഷം അനുഭവിപ്പാൻ, സത്യാരാധനയ്ക്കായി ദൈവം ചിലരുടെ കണ്ണ് തുറന്നത് നാടിന് പുറത്ത് കൊണ്ടുപോയ. ഇനിയും കർത്താവിൻ്റെ വരവ് താമസമാണെങ്കിൽ അറേബ്യൻ മരുഭൂമിയിൽ അധ്വാനത്തിനായി കടന്നു വന്ന അനേകരുടെ കുരുട്ട് കണ്ണുകളെ ദൈവം തുറക്കുമെന്ന് എത്ര പേർക്ക് വിശ്വാസമുണ്ട്? സഭയുടെ ദൗത്യം അതാണ്. ഹല്ലേലൂയ. നാട് വിട്ടു വീട് വിട്ട് പുറത്തു വന്ന ചിലരെ അന്യദേശത്ത് അധ്വാനിക്കുമ്പോൾ, മണ്ണിൽ വിയർക്കൊഴുകുമ്പോൾ അവരുടെ അകക്കണ്ണുകൾ തുറക്കുന്ന ദൈവിക ഇടപെടലുകൾ കൺവെൻഷൻ മുറികളിൽ മാത്രമല്ല, അവരുടെ ജോലി സ്ഥലത്ത്, അവർ കിടന്നുറങ്ങുന്ന മുറികളിൽ, ലേബർ ക്യാമ്പുകളിൽ, ഓഫീസുകളിലൊക്കെ പരിശുദ്ധാത്മാവ് നേരിട്ടിറങ്ങി വന്ന് ചിലരുടെ കുരുട്ട് കണ്ണുകളെ 2025 അടുത്ത ചില മാസങ്ങളിൽ തുറന്ന് അവർ ദൈവസഭയിലെ അംഗങ്ങളായി തീരുമെന്ന് എത്ര പേർ ആത്മാവിൽ വിശ്വസിക്കുന്നു? ഹല്ലേലൂയ. പെന്തക്കോസ്തുകാർ ഹല്ലേലൂയ സ്ഥലം മാറി വരുമ്പോൾ അവരെ മാത്രം കൂട്ടിപ്പിടിച്ച് സഭയിൽ ആള് കൂട്ടുന്ന പദ്ധതികൾ വേണം. ഒരു വശത്ത് അത് പ്ലാൻ 1. നമുക്ക് വേറൊരു പ്ലാനും കൂടെ വേണം. ഇന്ന് വരെ യേശുവിനെ അറിയാത്ത, ഇന്ന് വരെ ക്രിസ്തുവിനെ കണ്ടിട്ടില്ലാത്ത ചിലരൊക്കെ യേശുവിനെ കണ്ടുമുട്ടുന്ന വർഷങ്ങളാ. അതിനുവേണ്ടി ഒരു യുദ്ധകാല അടിസ്ഥാനത്തിൽ ദൈവസഭ പ്രാർത്ഥിക്കും. യുദ്ധകാല അടിസ്ഥാനത്തിൽ ദൈവസഭ ഉപവാസം ഇരിക്കും. ഞങ്ങൾക്കറിയാവുന്നവരുടെ വ്യക്തിപരമായി ഞങ്ങൾ സുവിശേഷം പങ്കുവെക്കുമെന്ന് തീരുമാനിക്കുന്നവരെ ഇന്ന് രാത്രി ദൈവസഭയ്ക്ക് ആവശ്യമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. യേശു അവനെ പട്ടണത്തിന് പുറത്ത് കൊണ്ടുപോയി. എന്നിട്ട് അവൻ്റെ കണ്ണിൽ തുപ്പി എന്നൊക്കെ വായിക്കുന്നത്. അതിൻ്റെ വ്യാഖ്യാനത്തിന് എനിക്ക് സമയമില്ല. കാരണം 7-ാം അധ്യായത്തിൻ്റെ 33-ാം വാക്യത്തിൽ ഒരു വിക്കനായ ചെകിടനോടുമുള്ള യേശുവിൻ്റെ സമീപനം അങ്ങനെയായിരുന്നു. വളരെ രസകരമായി അത് പറയാനൊക്കെ താല്പര്യമുണ്ടെങ്കിലും നമ്മുടെ പ്രസംഗ വിഷയവുമായി എനിക്കതിന് ബന്ധമില്ലാത്തത് കൊണ്ട് ഞാനത് വിടുകയാണ്. അവനെ തൊട്ടിട്ട് അവനോട് ചോദിച്ചു, വല്ലവും കാണുന്നു എന്ന് ചോദിച്ചു. യേശു തൊട്ടതല്ലേ, വല്ലതും കാണുന്നുണ്ടോ? അവൻ മേളോട്ട് നോക്കി മിഴിച്ചു നോക്കിയിട്ട് പറഞ്ഞു, ഞാൻ കാണുന്നുണ്ട്, മനുഷ്യരെങ്ങനെയാണ് നടക്കുന്നത്? മരം പോലെ. ഇതാണ് പകുതി രോഗസൗഖ്യം. സ്വതവേ ഹി വാസ് എ ബ്ലൈൻഡ് ആയിരുന്നു, ബ്ലൈൻഡ്നെസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ബ്ലറിനെസ് ആണ്, അല്ലെങ്കിൽ വെള്ളെഴുത്ത് പോലാണ്. മനുഷ്യരെ എങ്ങനെ കാണുന്നത്? മരങ്ങളെ പോലെ. നമുക്ക് ഈ പകുതി രോഗസൗഖ്യം കിട്ടിയത് കൊണ്ടാണ് ഭാര്യ മരം, ഭർത്താവ് മരം, കുഞ്ഞുങ്ങൾ മരം, കൂട്ടു സഹോദരൻ മരം. അതുകൊണ്ടാണ് ഈ വെട്ടുന്നത്, വെറുതെ വെട്ടുന്നത്. അല്ലല്ലേ? അത് പാസ്റ്റർ പ്രസംഗിക്കുമ്പോഴാണെങ്കിലും വിശ്വാസികളുടെ തൊലി ഉരിക്കാനുള്ള ശ്രമമാണ്. കാരണം എന്താ? വിശ്വാസികൾ എങ്ങനെയാണ് കാണുന്നത്? നിങ്ങളിതിനെ പടങ്ങുന്ന ഇങ്ങോട്ട് പറഞ്ഞു, ഞങ്ങളുടെ കാര്യമില്ലേ പറഞ്ഞ്? അല്ല, വിശ്വാസികൾ എങ്ങനെ കാണുന്നത്? മരങ്ങളെ പോലെ കാണുന്നത്. ഹല്ലേലൂയ. വിശ്വാസികളെ മനുഷ്യരെ പോലെ കാണുമ്പോഴാ ദൈവവചനം. ഹല്ലേലൂയ. ദൈവവചനം വനങ്ങളെ തോലുരിച്ചു കൊള്ളുമെന്നേ. നമ്മൾ അതിനു വേണ്ടി ബന്ധപ്പെടുകയൊന്നും വേണ്ട. ദൈവവചനത്തിന് അതിൻ്റെതായ ശക്തിയുണ്ട്. ഇന്ന് രാത്രികാലം ഹല്ലേലൂയ മനുഷ്യരെ പോലെ കാണണം.
യേശു പറഞ്ഞു ഇത് പകുതി സൗഖ്യമായി. ഇവനെ പട്ടണത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന് ഞാൻ ഇവൻ്റെ കണ്ണിൽ തുപ്പിയിട്ട് ഇവനെ തൊട്ടിട്ട് ഇവനെ ഈ പരുവത്തിൽ മടക്കി വിട്ടാൽ ഇന്ന് വരെ കാണാത്തതിനേക്കാൾ ഹല്ലേലൂയ പ്രതിസന്ധിയാണ് മനുഷ്യരെ മരങ്ങളെ പോലെ കാണുന്നത്. അതുകൊണ്ടാണ് മനുഷ്യരുടെ മുഖത്ത് നോക്കി എന്തും പറയുന്നത്, സഭാ കമ്മിറ്റികളിൽ അലങ്കോലമുണ്ടാക്കുന്നത്, ദൈവസഭയ്ക്കകത്ത് ഭോഷത്വം വിളിച്ചു പറയുന്നത്, ആരാധന ആലയങ്ങളെ അലങ്കോലമാക്കുന്നതിന്റെ കാരണം മനുഷ്യനെ പോലെ കാണാതെ മനുഷ്യനെ മരങ്ങളെ പോലെ കാണുന്നതാ. ഇന്ന് രാത്രി ഒന്നും നടന്നില്ലെങ്കിലും I need a second so that I able to see people as the way God sees them. മനുഷ്യരെ ദൈവം കാണുന്ന പോലെ കാണുവാൻ എൻ്റെ കണ്ണ് തുറക്കണമേ എന്ന് എത്ര പേര് പ്രാർത്ഥിക്കും? കുടുംബ കലഹങ്ങൾ അവസാനിക്കും കേട്ടോ. അല്ലല്ലേ, മനുഷ്യരെ പോലെ കാണുവാൻ തുടങ്ങിയാൽ മാതാപിതാക്കൾ മക്കൾ തമ്മിലുള്ള കോൺഫ്ലിക്റ്റുകൾ അവസാനിക്കും. മനുഷ്യരെ പോലെ കാണുവാൻ അതിനെന്ത് വേണം? യേശു അവനെ പിന്നെയും തൊട്ടു. ഹല്ലേലൂയ, അവനെല്ലാം സ്പഷ്ടമായി കണ്ടു. കാഴ്ചപ്പാട് മാറേണ്ട കാലഘട്ടമാണ്. ദൈവവചനത്തിലെ മർമ്മങ്ങളൊന്നും വെളിപ്പെട്ട് കിട്ടിയില്ലെങ്കിലും, സകല ദൂതന്മാരുടെ ഭാഷയിലും സംസാരിക്കാൻ പറ്റിയില്ലെങ്കിലും, ഹല്ലേലൂയ, ഇന്ന് വരെ തുറക്കാത്ത കലവറകളൊന്നും അതിരത്തിൽ കൂടെ ഹല്ലേലൂയ വെള്ളം ഒഴുകുന്ന പോലെ ഒഴുകിയില്ലെങ്കിലും അടുത്തിരിക്കുന്ന കൂട്ടു സഹോദരനെ ഹല്ലേലൂയ ക്രിസ്തുവിൻ്റെ ഭാവത്തിൽ കാണുവാൻ യേശു കാണുന്ന പോലെ ഒരു സമർപ്പണം ഇന്ന് രാത്രി ആവശ്യമാണ് ദൈവമക്കളെ. യു മേ നോട്ട് ബി എക്സൈറ്റഡ് വാട്ട് ഐ എം ട്രൈങ് ടു സേ. ഹല്ലേലൂയ, ഞാൻ പറയുന്നത് വെച്ച് നിങ്ങൾക്കൊന്നും ആവേശമൊന്നും വന്നെന്ന് വരത്തില്ല. പക്ഷേ ഇന്ന് രാത്രി കാലം എൻ്റെ ഭാര്യയെ എനിക്ക് മനുഷ്യനെ പോലെ കാണണം. എൻ്റെ കൂടെ പാർക്കുന്ന എൻ്റെ ഭർത്താവിനെ, എന്നെ സ്നേഹിക്കുന്ന, എന്നെ ശുശ്രൂഷിക്കുന്ന, എനിക്ക് വേണ്ടി അധ്വാനിക്കുന്ന എൻ്റെ കൂട്ടു സഹോദരനെ, എൻ്റെ ഭർത്താവിനെ ഒരു മനുഷ്യനെ പോലെ കാണുവാൻ എനിക്കൊരു കണ്ണ് തുറക്കണമേ. എൻ്റെ മാതാപിതാക്കളെ ഒരു മനുഷ്യരെ പോലെ കാണുവാൻ എൻ്റെ കണ്ണ് തുറക്കണമേ. സ്തോത്രം. വാർദ്ധക്യത്തിലായിരിക്കുന്ന മാതാപിതാക്കളെ കൈവിടുന്ന ഒരു കാലഘട്ടമാണ്. ഞാൻ എൻ്റെ പ്രസംഗത്തിൽ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, അല്ലല്ലേ, പണ്ട് 12 മക്കളെ വളർത്താൻ ഈ അമ്മയ്ക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലായിരുന്നു. ഇന്ന് 12 മക്കൾക്ക് ചേർന്നൊരു അമ്മയെ നോക്കാൻ ബുദ്ധിമുട്ടാണ്. ഹല്ലേലൂയ, ഇത് നിൻ്റേതെന്ന് പറഞ്ഞ് തട്ടുന്ന ഒരു കാലഘട്ടമാണ് ഇന്ന് രാത്രി കാലം. ഹല്ലേലൂയ, ഒരു കാര്യം ഓർത്തുകൊള്ളണം, മനുഷ്യരായി കാണണം, നല്ല മനുഷ്യരായി കാണണമെന്നേ. സ്തോത്രം. ഹല്ലേലൂയ. ഒത്തിരി അന്യഭാഷ ഒന്നും പറഞ്ഞില്ല. അരമണിക്കൂർ അന്യഭാഷ പറയുന്നതിനെക്കാട്ടി ബുദ്ധിമുട്ടാണ് 5 മിനിറ്റ് സ്വന്തം ഭാഷയിൽ വീട്ടിൽ വർത്തമാനം പറയാൻ. ഹല്ലേലൂയ. മാതൃഭാഷയെ പറയാൻ ബുദ്ധിമുട്ടാണ് നമുക്ക്. സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് ഇവിടെ ഇരുന്ന് കൊണ്ട് വേണം 1.5 ഭാഷ നിർത്തേണ്ട. എല്ലാവരും അനുവദിക്കുകയാണെങ്കിൽ ഞങ്ങൾ 10 വരെ ഇരുന്ന് തരാം. പക്ഷേ കൂട്ടു സഹോദരൻ്റെ വീട്ടിൽ ഒരു 5 മിനിറ്റ് പോയി ഇരിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. ഇന്ന് രാത്രികാലം വിശ്വസ്തന്മാരെ കർത്താവ് തിരക്കുന്നു. ക്രിസ്തുവിൻ്റെ സ്വഭാവത്തോടെ ഏകീഭവിക്കപ്പെട്ടിട്ട് മനുഷ്യരെ പോലെ കാണുന്നവർ. മോശം മുതിർന്നതിൻ്റെ അതാണ് ആത്മീയ പക്വത. അതാണ് ഒന്നാമത് ഞാൻ പറയാൻ താല്പര്യപ്പെടുന്നത്. സ്പിരിച്വൽ മച്യൂരിറ്റി എന്ന് പറയുന്നത് ഹല്ലേലൂയ മറ്റുള്ളവരെ സഹോദരങ്ങളായി കാണുവാനുള്ള അകക്കണ്ണ് തുറക്കണം. ഹല്ലേലൂയ. കൂടെ പാർക്കുന്നവനെ, കൂടെ ആരാധിക്കുന്നവനെ. പിന്നെ കൂട്ടി ചോദ്യം ഒന്നും വേണ്ട, സഭയിലെ പ്രശ്നമൊന്നുമില്ല, എല്ലാം തീരുന്നത് എങ്ങനെയാ? The moment you try to understand the people as the way you are understood by God. ദൈവം നിങ്ങളെ മനസ്സിലാക്കിയതുപോലെ കർത്താവിൻ്റെ ദാസനെ ഓർപ്പിച്ചായിരുന്നു ഇവിടെ. ദാവീദ് തൻ്റെ തലമുറ, ഞാനിന്ന് എവിടെ ഓർപ്പിച്ചില്ല, ദാവീദിനൊന്നും നമ്മൾ പിടിച്ച് നേതാവാക്കത്തില്ല, കാരണം ദാവീദിൻ്റെ ജീവിതം വെച്ചു. പക്ഷെ ദൈവം പറഞ്ഞു, പ്രാർത്ഥിച്ച് കൃപ പ്രാപിച്ചവനാണോ പാപമേറ്റു പറഞ്ഞവനാണോ, ഹീസ് എ മാൻ ആഫ്റ്റർ മൈ ഓൺ ഹാർട്ട്. അവൻ എൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനാണ്. ഒറ്റ കണ്ണുനീരിൽ ഒളിച്ചു പോകാനുള്ളതേ ഉള്ളൂ നമ്മുടെ പാപത്തിൻ്റെ സകല കറകളും. അങ്ങനെയാണെങ്കിൽ ഞാൻ ആത്മാർത്ഥമായി നിങ്ങളുടെ പ്രതിനിധിയായി നിങ്ങളോട് ചോദിക്കുന്നു, എൻ്റെ കഴിഞ്ഞ കാലത്തിലെ സകല പാപങ്ങളും ഒറ്റ കണ്ണീരിൽ ഒലിച്ചു പോയെങ്കിൽ കൂട്ടു സഹോദരൻ്റെ കുറ്റവും കുറവും ഹല്ലേലൂയ ക്ഷമിക്കാനുള്ള കരുത്ത് നിങ്ങൾക്കില്ലെങ്കിൽ ഞാൻ എന്തിന് ആത്മീയനെന്ന് പറയുന്നു? സഹോദരന്മാരുടെ ഭാരമുള്ള നീക്കുവാൻ എനിക്ക് കൊട്ടാരത്തിൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഐ എം വെൽ ഓഫ്. ഹല്ലേലൂയ. എല്ലാം ഉണ്ടെന്ന് മോശയ്ക്ക് പറയാം. ഹല്ലേലൂയ. നാം മിസ്രയീമിലെ സകല നന്മയും ആസ്വദിക്കുമ്പോൾ സഹോദരൻ്റെ ഭാരമുള്ള നേല നോക്കുവാൻ ഹല്ലേലൂയ കളത്തിലേക്ക്, ഇഷ്ടിക ചൂളയിലേക്ക് ഇറങ്ങിച്ചെന്നവനാണ് ദൈവഗ്രഹത്തിലെ വിശ്വസ്തനെന്ന് പറയുന്നത്. അറേബ്യൻ മണ്ണിലേക്ക് ദൈവത്തിൻ്റെ ദാസന്മാരൊക്കെ കർത്താവിൻ്റെ പേരിൽ അധ്യത്വാനം ചെയ്യുന്നവരാണ്. എനിക്ക് അവരെ വ്യക്തിപരമായി അറിയാം, അവരുടെ പ്രവർത്തനങ്ങളെ അറിയാം, അവർ കൈനീട്ടി ഇതിൽ സഹായിക്കുന്ന സഹായത്തിൻ്റെ മേഖലകളെ അറിയാം. അതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ പറയുന്നു, ഹല്ലേലൂയ, ദൈവം നിങ്ങളെ ഈ മണ്ണിലേക്ക് കൊണ്ടുവന്നത് നിങ്ങളുടെ ജീവസന്ധാരണത്തിന് മാത്രമല്ല. ജോസഫ് പറയുന്ന പോലെ നിങ്ങളുടെ ജീവരക്ഷയ്ക്കായിട്ടാണ് എന്നെ ഇങ്ങോട്ട് അയച്ചത്. ഈ കൺവെൻഷൻ കഴിയുമ്പോൾ അല്ലെങ്കിൽ ചിലരൊക്കെ അങ്ങനെ തീരുമാനമെടുക്കണം, മറ്റുള്ളവരുടെ ജീവരക്ഷയ്ക്ക് വേണ്ടിയാ ദൈവം എന്നെ ഈ മണ്ണിലേക്ക് അയച്ചത്. ഒരുപക്ഷെ വാരിക്കൂട്ടുന്ന ലഭിക്കുന്ന ശമ്പളത്തിൻ്റെ അളവ് തുച്ഛമായിരിക്കാം, പക്ഷെ മിച്ചം പിടിക്കുവാൻ ഒന്നെങ്കിലും ഉണ്ടെങ്കിൽ, ഒരു ദിറമെങ്കിലും ഉണ്ടെങ്കിൽ, ചിലരുടെ കണ്ണീരൊപ്പുവാൻ, ചിലരുടെ വയറിന് ഒരു നേരത്തെ ആഹാരം കൊടുക്കുവാൻ, ചില കുടുംബങ്ങൾക്ക് പ്രയോജനപ്പെടുവാൻ, എൻ്റെ തലമുറയ്ക്കുണ്ടായ ഭാവി പോലെ മറ്റുള്ളവർക്ക് ഒരു ഗുണം ചെയ്യുവാൻ കർത്താവേ എൻ്റെ കൈകളെ ബലപ്പെടുത്തണമേ എന്ന് ആരെങ്കിലും ഇന്ന് രാത്രി പ്രാർത്ഥിച്ചുവെങ്കിൽ
അവർ ദൈവഗ്രഹത്തിൽ വിശ്വസ്തന്മാരാ. ഹല്ലേലൂയ, സ്തോത്രം. ഇവിടെ മോശ മുതിർന്നപ്പോൾ ഒരു തീരുമാനമെടുത്തു. അതാണ് ഇന്ന് രാത്രി നാം ചിന്തിച്ച് അവസാനിപ്പിക്കുവാനുള്ള സമയമേ ഉള്ളൂ. മോശ തൻ്റെ തീരുമാനത്തിൽ വിശ്വസ്തനായിരുന്നു. ഹല്ലേലൂയ. We need to be faithful in our selection, in our election or in our decision. തീരുമാനങ്ങളിൽ വിശ്വസ്തരായിരിക്കണം. മോശ മുതിർന്നപ്പോൾ ആത്മീയ പക്വതയുടെ തെളിവാണ് ഹല്ലേലൂയ നല്ല തീരുമാനമെടുക്കുക എന്നുള്ളത്. സ്തോത്രം. ഉത്തമ തീരുമാനമെടുക്കുന്നത് പക്വതയുടെ ലക്ഷണമാണ്. മോശ മുതിർന്നപ്പോൾ ഒരു തീരുമാനമെടുത്തു. വിശ്വാസത്താൽ മോശ താൻ വളർന്നപ്പോൾ ഒന്നാമത് 3 കാര്യങ്ങളാണ് നാം ഓർപ്പിക്കുന്നത്. ഒന്ന്, പാപത്തിൻ്റെ തൽക്കാല ഭോഗത്തേക്കാൾ ദൈവജനത്തോടുകൂടെ കഷ്ടം അനുഭവിക്കുന്നത് തിരഞ്ഞെടുത്തു. ഒരു തുലാസിൻ്റെ തട്ടിലേക്ക് വെക്കുകയാണ്. ദ പാസിംഗ് പ്ലഷേഴ്സ് ഓഫ് ദ സിൻ ഓർ മൊമെൻ്ററി എക്സൈറ്റ്മെൻറ്റ് ഓഫ് ദ സിൻ. അല്പനേരത്തേക്കുള്ള പാപത്തിൻ്റെ ആസ്വാദനം വേണമോ അതോ ദൈവജനത്തിൻ്റെ കഷ്ടത വേണമോ? ഇത് തമ്മിൽ നമുക്ക് കേൾക്കുമ്പോൾ ഒരു വലിയ അന്തരമായി എന്തോ നമുക്ക് മനസ്സിലാകാത്ത അടി ഇടി തൊഴി ഹല്ലേലൂയ ക്രൂശീകരണമൊക്കെ കിട്ടുന്ന കഷ്ടതയാണെന്നോ? ദൈവജനത്തിൻ്റെ കഷ്ടത എന്ന് പറയുമ്പോൾ ഹല്ലേലൂയ എന്താണെന്ന് നമുക്ക് അല്പമായി ഒന്ന് ധ്യാനിക്കാം. പാപത്തിൻ്റെ മോഹങ്ങളും പാപത്തിൻ്റെ ഇച്ഛകളും എപ്പോഴും താൽക്കാലിക സന്തോഷമേ തരികയുള്ളൂ. പാപമെന്ന് കേൾക്കുമ്പോൾ നമ്മുടെ പട്ടികയിൽ എഴുതി വച്ചിരിക്കുന്ന ഒരു കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതല്ല ദൈവമക്കളെ, അതോട് ചേർത്ത് വെച്ച് പഠിക്കേണ്ട 100 കണക്കിന് പാപത്തിൻ്റെ പട്ടികകളുണ്ട്. വിശുദ്ധ തിരുവെഴുത്ത് വിഭാവനം ചെയ്യുന്ന എന്താണ് പാപമെന്നറിയണം. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും അറിയണം എന്താണ് പാപം. ഹല്ലേലൂയ. ഉടനെ നമ്മൾ ഗ്രീക്കൊക്കെ പിന്നെ ഡിക്ഷണറിയൊക്കെ തപ്പിക്കൊണ്ട് വന്നിട്ട് ഹമാട്ടിയ എന്നൊക്കെ ഞങ്ങൾ വായിച്ചിട്ടുണ്ട് പാപത്തെക്കുറിച്ച് അല്ലേ. പഴയ നിയമത്തിലെ പാപത്തിന് 3 തരത്തിലുള്ള നിർവചനമാണ് കൊടുത്തിരിക്കുന്നത്. പാപം ഒരു ഭാരമായി ഓർപ്പിച്ചിട്ടുണ്ട്. നമ്മൾ പാട്ടൊക്കെ പാടത്തുള്ളൂ ഹല്ലേലൂയ ഹല്ലേലൂയ പാപഭാരം ചുമന്നു എന്നൊക്കെ പാട്ട് പാടാറുണ്ടല്ലോ. 2, പാപത്തെ ഹല്ലേലൂയ ഒരു അടിമത്തമായി പാപത്തെ നാം ചിത്രീകരിച്ചിട്ടുണ്ട്. പാപത്തെ മുള്ളായി വേദനയായി ഒക്കെ ചിത്രീകരിച്ചിട്ടുണ്ട്. പാപം എന്ന വാക്കുകൊണ്ട് നാം അർത്ഥമാക്കേണ്ടത് ലക്ഷ്യം തെറ്റുക എന്നതാണ് എൻ്റെ അർത്ഥം. ഹല്ലേലൂയ വെർബൽ മീനിങ് എങ്കിലും പാപം എന്താണെന്ന് അറിയണമെങ്കിൽ അല്ലേ ഏദൻ തോട്ടത്തിലെ ചരിത്രം നാം തിരിച്ചറിയണം. ഏദൻ തോട്ടത്തിനകത്ത് ഹല്ലേലൂയ ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ട് ദൈവത്താൽ ഒരുക്കപ്പെട്ട് ആക്കി വെച്ച നല്ല കുടുംബത്തെ പിശാചു വഞ്ചിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് നഷ്ടപ്പെട്ടത് അവരുടെ തേജസ്സാണ് നഷ്ടപ്പെട്ടത്. അവർ തിരിച്ചറിഞ്ഞു ഞങ്ങൾ നഗ്നരാണെന്ന്. ഇവിടെയാണ് പാപത്തിൻ്റെ നിർവചനം വരുന്നത്. എന്താണ് പാപമെന്ന് ആരെങ്കിലും ചോദിച്ചാൽ ദൈവത്തിൻ്റെ തേജസ് ഇല്ലാത്തതെല്ലാം പാപം. ദൈവത്തിൻ്റെ തേജസ് ഇല്ലാത്തതെല്ലാം പാപം. അതിനെന്താ തെളിവ്? പ്രൈസ് ഗോഡ്. റോമർ 3:23 നാം ഇങ്ങനെ വായിക്കുന്നു. റോമാലേഖനം 3:23 എല്ലാവരും പാപം ചെയ്തപ്പോൾ എന്ത് നഷ്ടമായി? ദൈവ തേജസ് ഇല്ലാതായി. അപ്പോൾ പാപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവ തേജസ് ഇല്ലാത്തതെല്ലാം പാപം. ഇനി ഒന്നും കൂടെ വ്യാഖ്യാനിക്കണ്ടേ എന്താ ഈ ദൈവതേജസ്? ദൈവതേജസ് എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുമ്പോൾ ഇല്യൂമിനേറ്റഡ് ഗ്ലോറി, ദ അൺഅപ്രോച്ചബിൾ ലൈറ്റ്. ശരിയാണ്, ഇതെല്ലാം ശരിയാണ്. ദൈവത്തിൻ്റെ തേജസ്സിനെ ഒറ്റ വാക്കിൽ നിർവചിച്ചാൽ എന്താ ദൈവത്തിൻ്റെ തേജസ്? യോഹന്നാൻ 1:14 യോഹന്നാൻ 1:14 നാം ഇങ്ങനെ വായിക്കുന്നു. വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഞങ്ങൾ നോക്കി, ഞങ്ങൾ അവൻ്റെ തേജസ്, ദൈവത്തിൽ നിന്നുള്ള ഏകജാതനായവൻ്റെ തേജസ്സായി കണ്ടു. പ്രൈസ് ഗോഡ്. ദൈവത്തിൻ്റെ തേജസ്, ജീസസ് ക്രൈസ്റ്റ് ഈസ് ദ എക്സ്പ്രസിബിൾ ഇമേജ് ആൻഡ് ഗ്ലോറി ഓഫ് ഗോഡ്. യേശുവിൻ്റെ വെളിപ്പെട്ട ദൈവത്തിൻ്റെ പിതാവാം ദൈവത്തിൻ്റെ വെളിപ്പെട്ട തേജസ് എന്ന് പറയുന്നത് യേശുവാണ്. അപ്പോൾ തേജസ് ഇല്ലാത്തത് പാപമെന്ന് പറയുമ്പോൾ യേശു ഇല്ലാത്തതെല്ലാം പാപം. ഹല്ലേലൂയ. യേശു ഇല്ലാതൊരു വാക്ക് പറഞ്ഞാൽ ആ വാക്ക് പാപം. എത്ര ലാവണ്യ വാക്കാണെങ്കിലും, എത്ര ചക്കര വാക്കാണെങ്കിലും, എത്ര അർത്ഥം അതിനുണ്ടെങ്കിലും യേശു അതിനകത്തില്ലയോ അത് പാപമാണ്. ഇന്ന് രാത്രി യേശുവില്ലാത്തതെല്ലാം പാപമാണെങ്കിൽ ഹല്ലേലൂയ ആ യേശുവില്ലാത്തതൊന്നും എനിക്ക് വേണ്ട എന്ന് വെക്കുന്നതാ വിശ്വാസത്തിൻ്റെ തീരുമാനം. പ്രൈസ് ഗോഡ്. യേശു ഇല്ലാത്തടത്ത് ഞാൻ പോകില്ല, യേശു പറയാത്തത് ഞാൻ പറയില്ല, യേശു ചിന്തിക്കാത്ത ഞാൻ ചിന്തിക്കുകയില്ല. ഐ കനോട്ട് ടോളറേറ്റ് വിത്ത് ആസ് ദ വേ ക്രൈസ്റ്റ് ബിലീവ് എന്ന് പറയുന്ന എനിക്ക് ക്രിസ്തുവിൻ്റെ വിശ്വാസമല്ലാതെ വേറെ ഒന്നിനോടും ജോയിക്കാൻ കഴിയത്തില്ല. യേശു ഇല്ലാത്തതെല്ലാം പാപം. അതിനു പകരം ഹല്ലേലൂയ ഞാൻ തിരഞ്ഞെടുത്തത് ദൈവജനത്തിൻ്റെ കഷ്ടത. അതെന്താ അർത്ഥം? ഹല്ലേലൂയ ഒരു വിശുദ്ധനായി ജീവിക്കുമ്പോൾ ആ വിശുദ്ധിയുടെ മർമ്മം നിമിത്തം, വിശുദ്ധ ജീവിതം നിമിത്തം ഞാൻ ഈ മണ്ണിൽ അനുഭവിക്കേണ്ട ഏത് ക്ലേശമാണെങ്കിലും ഞാൻ സഹിച്ചോളാം എന്നൊരു തീരുമാനമാണ് വിശ്വാസത്താൽ ദൈവമക്കൾ എടുക്കേണ്ടത്.
കൊട്ടാരം എനിക്ക് നഷ്ടപ്പെട്ടേക്കാം, കിരീടം നഷ്ടപ്പെട്ടേക്കാം, ചെങ്കോൽ നഷ്ടപ്പെട്ടേക്കാം. മോശയ്ക്കത് സംഭവിച്ചു. കൊട്ടാരത്തിലെ മഹിമ നഷ്ടപ്പെട്ടേക്കാം. പക്ഷേ ഹല്ലേലൂയ, ഇന്ന് രാത്രികാലം ഞാൻ തീരുമാനിക്കുന്നു, വിശ്വാസത്തിന് വേണ്ടി ഇറങ്ങിയിട്ട്, വിശുദ്ധിക്ക് വേണ്ടി ഇറങ്ങി തിരിച്ചിട്ട്, വിശ്വസ്തന്മാരായി ജീവിച്ചിട്ട്, ഈ മണ്ണിൽ എന്ത് നഷ്ടം വന്നാലും ഞങ്ങളത് സഹിച്ചു കൊള്ളാം എന്ന് തീരുമാനിക്കുന്ന വിശ്വസ്തന്മാരെ ഇന്ന് രാത്രി ദൈവത്തിന് ആവശ്യമുണ്ട്. സമ്പത്തുകളുടെ അപകാരം സന്തോഷത്തോടെ സഹിച്ച ഭക്തന്മാരുടെ ഒരു ചരിത്രം നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിലുണ്ട്. നിങ്ങളുടെ പിതാക്കന്മാരോട് ചോദിക്കൂ. നിങ്ങളുടെ മാതാക്കളോ പിതാക്കന്മാരോ അല്ല മൂപ്പന്മാർ, നിങ്ങളുടെ ഗ്രാൻഡ് പേരൻസ് ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അവരോട് ചോദിച്ചു നോക്കൂ, വിശ്വാസത്തിന് വേണ്ടി ഇറങ്ങിയപ്പോൾ എന്തെല്ലാം നഷ്ടങ്ങളാണ് അവർ സഹിച്ചത്, എന്തെല്ലാം കഷ്ടങ്ങളാണ് സഹിച്ചത്. എന്തിനു വേണ്ടിയാ? വിശ്വാസ യാത്രയുടെ പൂരിപ്പിക്കുവാൻ വേണ്ടി അവർ ജഡത്തിലെ പല സുഖങ്ങളോടും നോ എന്ന് പറയേണ്ടി വന്നു. ഇന്ന് രാത്രികാലം പലതിനും വേണ്ടി ഓടുന്ന ജീവിതം കാണുമ്പോൾ, ആത്മീയ ലോകത്തിലെ പിടിവാശികൾ കാണുമ്പോൾ, ആത്മീയ ലോകത്തിലെ സ്വരച്ചേർച്ചയില്ലായ്മ കാണുമ്പോൾ അപമാനത്തോടെ വിളിച്ചു പറയട്ടെ, ഇങ്ങനൊരു കൂട്ടമല്ല വിശ്വസ്ത കൂട്ടം. വിശ്വസ്തരെന്ന് പറയുന്നത് എന്തും ക്രിസ്തുവിന് വേണ്ടി വലിച്ചെറിയുവാൻ തയ്യാറുള്ളൊരു കൂട്ടരാ ക്രിസ്തീയ ജീവിതത്തിന്റെ ഉടമകൾ. അവരെ മാത്രമേ നല്ലവനും വിശ്വസ്തനും എന്ന ദാസൻ എന്ന വിളിക്ക് യോഗ്യരായി മാറത്തുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മോശയ്ക്ക് നഷ്ടങ്ങളുടെ കൂമ്പാരം വേണേ പറയാം. 40 വർഷമൊക്കെ ഭയങ്കര നഷ്ടമാണ് ദൈവമക്കളെ. ഹല്ലേലൂയ. ദൈവത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചത് കൊണ്ട് അവന് 40 വർഷമാണ് നഷ്ടമായത്. ഇന്ന് രാത്രി ആരെങ്കിലും വർഷങ്ങളുടെ കണക്ക് പറഞ്ഞ് ഭാരപ്പെടുന്നെങ്കിൽ ദൈവത്തിൻ്റെ സമയമാകുമ്പോൾ ദൈവം നിങ്ങളെ ഉയർത്തിയിരിക്കും. അത് വിശ്വസിച്ചോ? ഹല്ലേലൂയ. 1 വർഷം പോയെന്നോ 10 വർഷം പോയെന്നോ 40 വർഷം പോയെന്നോ ഒന്ന് ഓർത്ത് ഇന്ന് രാത്രി ഭാരപ്പെടേണ്ട. ദൈവത്തിന് നിന്നെ ഉപയോഗിക്കുന്ന ഒരു ദിവസമുണ്ട്. ഇന്നലത്തെ 40 വർഷത്തിൻ്റെ ശോഭയും കൂടെ മടക്കി തരുന്ന. അതുകൊണ്ടായിരിക്കാം 90-ാം സങ്കീർത്തനത്തിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചത്. മോശ പ്രാർത്ഥിച്ചു, ഞങ്ങൾ അനർത്ഥം അനുഭവിച്ച സംവത്സരങ്ങൾക്കും ഞങ്ങൾ ക്ലേശം അനുഭവിച്ച ദിവസങ്ങൾക്കും പകരമായി ഞങ്ങളെ നന്മ കൊണ്ട് തൃപ്തരാക്കണമേ. ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ ദൂത് പറയുന്നു, ക്രിസ്തു നിമിത്തം നിനക്കൊരു വർഷം നഷ്ടമായെങ്കിൽ, ക്രിസ്തു നിമിത്തം ഒരു ജോലി നഷ്ടമായെങ്കിൽ, യേശു നിമിത്തം നിനക്ക് എന്തെങ്കിലും നഷ്ടമായെങ്കിൽ അതിൻ്റെ ഇരട്ടി മാനത്തോടെ, ഇരട്ടി ബലത്തോടെ, ഇരട്ടി ശക്തിയോടെ, ഇരട്ടി അധികാരത്തോടെ കഴിഞ്ഞ 3 വർഷമായി, കഴിഞ്ഞ 4 വർഷമായി നിനക്ക് നഷ്ടപ്പെട്ടത് ഈ ദിവസങ്ങളിൽ ഒന്നിൽ അതിൻ്റെ തേജസ്സോടെ, അതിൻ്റെ പ്രതാപത്തോടെ തമ്പുരാൻ മടക്കി തരുമെന്ന് എത്ര പേർക്ക് ഇന്ന് രാത്രി ഉറപ്പുണ്ട്? വിശ്വസ്തരായി നിന്നാൽ നിനക്ക് ഈ മണ്ണിൽ നഷ്ടപ്പെട്ടതൊന്നും നഷ്ടമല്ല, അതിൻ്റെ 100 മടങ്ങ് ശോഭയോടെ ദൈവം നിനക്ക് മടക്കി തരും. ഹല്ലേലൂയ. 40 വർഷത്തെ വനവാസമായി പോയില്ലേ? ഇത്രോവിൻ്റെ മരുമകനെന്നും സിപ്പോറയുടെ ഭർത്താവെന്നും ഗർശോമിൻ്റെയും എലയാസറിൻ്റെയും അപ്പനെന്ന പേര് മാത്രം ഒതുങ്ങി ഒരു ആട്ടിടയൻ എന്ന മാത്രം ചുരുക്കപ്പേരിലേക്ക് ഒതുങ്ങിപ്പോയ ഒരുവനെയല്ലേ 6 ലക്ഷം കുടുംബത്തിൻ്റെ മുൻനിരയിലേക്ക് തമ്പുരാൻ വിളിച്ചിറക്കിയത്? കാരണം എന്താ? അവൻ വിശ്വസ്തനായിരുന്നു. ഇന്ന് രാത്രികാലം ചിലതിനു വേണ്ടി ഇഫ് യു ആർ റെഡി ടു മേക്ക് എ കോംപ്രമൈസ്, വിശുദ്ധിക്കൊഴിച്ചു ബാക്കി എല്ലാറ്റിനും നീ ഒന്ന് താണുകൊടുത്താൽ നിന്നെ ഉയർത്തുവാൻ ദൈവം വിശ്വസ്തനാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിനൊരു സമയമുണ്ട്. ഒരു കാലഘട്ടത്തിലേക്ക് നമ്മെ അവൻ ഒളിപ്പിച്ചു പാർക്കും, ആരും അറിയാത്തതുപോലെ. സ്തോത്രം. ഞാൻ ബാംഗ്ലൂർ പട്ടണത്തിലാണ് കൂടുതൽ വർഷവും എൻ്റെ ആയുഷ്യ ചെലവഴിച്ചിട്ടുള്ളത്. എപ്പോഴും രാവിലെ സഭായോഗത്തിനൊക്കെ ഏർലി 90s സഭായോഗത്തിന് പോകുമ്പോൾ ഞാൻ ചെല്ലുന്നിടത്തെല്ലാം റെയിൽവേ ഗേറ്റ് അടയും. നമ്മളിവിടെ ഓടിപ്പടച്ചാണ് എങ്ങനെയെങ്കിലും സഭായത്തിന് ചെല്ലാൻ പോകുന്നത്. അപ്പം എന്നോട് എന്തോ ഇത്രയോ വിരോധമാണോ? കാരണം ഞാൻ ചെല്ലുന്നത് ഇപ്പോഴെല്ലാം ഓട്ടോമാറ്റിക്കാണ്. പണ്ട് ഞാൻ ചെല്ലുമ്പോഴെല്ലാം റെയിൽവേ ഗേറ്റ് അടയും. അപ്പം എനിക്ക് ഭയങ്കര വിഷമമായി. പിന്നീട് എനിക്ക് മനസ്സിലായി, അല്ല ഈ പോകുന്ന ട്രെയിൻ എൻ്റെ തലയിൽ കയറി പോകാതിരിക്കാനാ ഈ ഗേറ്റ് അടയുന്നത്. എവിടെങ്കിലും വഴി അടഞ്ഞിട്ടുണ്ടെങ്കിൽ തമ്പുരാൻ മനഃപൂർവ്വം അടച്ചതാ. ഹല്ലേലൂയ. ചിലതിടത്തും നമ്മെ ഒളിപ്പിക്കാൻ വേണ്ടി 27-ാം സങ്കീർത്തനം നിങ്ങൾക്ക് അതിന് ഉത്തരം തരും. അനർത്ഥ ദിവസത്തിൽ അവൻ തൻ്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും, തിരുനിവാസത്തിൻ്റെ മറവിൽ എന്നെ മറയ്ക്കും. ഹല്ലേലൂയ. പാറമേൽ എന്നെ ഉയർത്തും. ഇപ്പോഴെൻ്റെ ചുറ്റുമുള്ള എന്നെ ആക്ഷേപിക്കുന്നവരുടെ മുമ്പിൽ ദൈവം എൻ്റെ തല ഉയർത്തും. എത്ര പേരത് വിശ്വസിക്കുന്നു? 2000-ൽ, 2020-ൽ, 2024-ൽ, 25-ലോ ഒക്കെ നിനക്ക് നഷ്ടപ്പെട്ട നിൻ്റെ പല നന്മകളും നോക്കി നീ മാറത്തടിച്ച് വിലപിക്കുന്നുവെങ്കിൽ ഇന്ന് രാത്രി ആത്മാവിൽ ദൂത് ചിലരോട് വിരൽ ചൂണ്ടി പറയുന്നു, ആ ഇരിക്കുന്ന ഇരിപ്പിൽ 2025 അവസാനിക്കുന്നതിന് മുമ്പ് നിന്റെ മുമ്പിൽ വിലങ്ങുതടി പോലെ നിന്നതൊക്കെ വഴിമാറുന്നതും, എവിടെ തല താഴ്ത്തിയോ അവിടെ തല ഉയർത്തുന്ന ഒരു ആത്മാവിന്റെ കാഴ്ച ഇന്ന് രാത്രി ഞാൻ ദൂത് പറഞ്ഞ് ഇന്ന് രാത്രി ചിലരോട് ദൂത് പറയുന്നു. എത്ര പേർ അത് ആത്മാവിൽ ഏറ്റെടുക്കും? ഞാൻ നിന്റെ തല ഉയർത്തുന്ന ദൈവമാകുന്നു.
ഷബല റിഖമാന ഹത്തരാധകന വൈഡമാന ഹസ്തരാധകന 50 മുഴമുള്ള ഉയരമുള്ള ഒരു കഴുകുമരവും അതിനുമേൽ തൂങ്ങിയാടുന്ന ഒരു മൊർദെഖായിയും സ്വപ്നം കണ്ടുകൊണ്ട് വീടിനകത്തല്ലേ ആഘോഷം നടത്തുന്ന ഹാമാനും തൻ്റെ ഭാര്യ സേരസും അവരുടെ സ്വപ്നം നാളെ പ്രഭാതം എന്ന് പൊട്ടിവിടരുന്നെങ്കിൽ ഈ 50 മുഴം ഉയരമുള്ള ഏകദേശം 75 അടി പൊക്കമുള്ള ഈ കഴുകുമരത്തിൽ ഇതാ വാതുക്കലിരുന്ന ദൈവഭക്തൻ എന്നറിയപ്പെട്ട രാജാവിന് അറിവ് കൊടുത്ത അല്ലെങ്കിൽ ഈ ഭക്തൻ ഈ യഹൂദൻ തൂങ്ങിയാടുന്ന കാഴ്ച സ്വപ്നം കണ്ടുകൊണ്ട് ആശ്വാസത്തോടെ നിൽക്കുന്ന ഹാമാൻ. എന്നാൽ ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ ദൂത് പറയട്ടെ, പിറ്റേന്ന് പ്രഭാതത്തിൽ ഞങ്ങൾ കണ്ട കാഴ്ച ഹല്ലേലൂയ അവിടെ നിർജീവമായി തൂങ്ങി ആടുന്ന മൊർദെഖായി അല്ല, ആ കഴുകുമരത്തിൻ്റെ ചുവട്ടിൽ കൂടെ രാജരഥത്തിൽ കിരീടം വെച്ച് നേർമയുള്ള വസ്ത്രം ധരിച്ച് കടന്നു പോകുന്ന ഒരു മൊർദെഖായി ഞാൻ കാണുന്നെങ്കിൽ ഇന്ന് രാത്രി സഹോദരി, നിന്റെ ചരിത്രം വ്യത്യസ്തമല്ല. ദൈവദാസ, നിന്റെ ചരിത്രം വ്യത്യസ്തമല്ല. അഭിഷിക്തനെ, നിന്റെ ചരിത്രം വ്യത്യസ്തമല്ല. നിന്നെ ഒതുക്കുമെന്ന് പറഞ്ഞിടത്ത് നിനക്കൊരു രാജഘോഷയാത്ര ഇന്ന് രാത്രി തരുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. യഹോവ വിശ്വസ്തന്മാരെ കാക്കുന്നു. ചില വിശ്വസ്തന്മാർ ഇന്ന് രാത്രി മുറിഞ്ഞ ഹൃദയവുമായി ഇതിനകത്ത് കടന്നു വന്നിട്ടുണ്ട്. ചില ദിവസങ്ങളായി ഉറങ്ങുവാൻ കഴിയുന്നില്ല. ഞാൻ എന്ത് ചെയ്തിട്ടാണ് ഇങ്ങനെ സംഭവിച്ചത്, എന്നോട് എന്തിനീ അനീതി കാണിച്ചു എന്നുള്ള നിന്റെ ചോദ്യത്തിന് ഉത്തരമായി ഇന്ന് രാത്രി നീ കണ്ട കഴുകുമരം അവിടെ നിൽക്കുമ്പോൾ തന്നെ അതിൻ്റെ ചുവട്ടിൽ കൂടെ തന്നെ ഈ പട്ടണത്തിൽ, ഈ രാജ്യത്ത്, ആ സ്ഥാനത്ത്, ആ സംഘത്തില്, ആ സഭയില് നിനക്കൊരാഘോഷയാത്ര തമ്പുരാൻ ഒരുക്കിയിട്ടുണ്ടെന്ന് വിശ്വാസമുള്ളവർക്ക് കരമുയർത്തി കർത്താവിനെ സ്തുതിക്കാം. യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു, ചില മുറിഞ്ഞ ഹൃദയങ്ങൾ ഇന്ന് രാത്രി ആരോ തുന്നിക്കെട്ടുന്ന പോലെ എണ്ണയും വീഞ്ഞും പകർന്ന് ആഴത്തിലുള്ള മുറിവുകൾ യേശുവിന്റെ നാമത്തിൽ ഉണങ്ങട്ടെ. ഭക്തനായി ജീവിച്ച്, ഭക്തിയായി ജീവിച്ച്, വിശ്വാസത്തിന് വില കൊടുത്ത്, ആത്മാവിൽ ആരാധിച്ച്, അന്യഭാഷയിൽ സ്തോത്രം ചെയ്ത്, ദൈവസഭയ്ക്ക് വേണ്ടി കൈ തുറന്നു കൊടുത്ത്, ആലയത്തിന്റെ പണിക്ക് കൈനീട്ടി കൊടുത്തിട്ട് ഒരു കരിവേപ്പില പോലെ നിന്നെ പുറത്തെറിഞ്ഞ് കളഞ്ഞ ചില ആത്മീക മണ്ഡലങ്ങൾ, അതിന്റെ വേദനകൾ ഇന്ന് രാത്രി ഒരു ചുമട് പോലെ കൊണ്ടു നടക്കുന്ന ദൈവദാസ, പരിശുദ്ധാത്മാവ് ദൂത് പറയുന്നു, ഒരു ആഘോഷ യാത്ര ഇന്ന് രാത്രി നിന്റെ തൊട്ടു മുമ്പിൽ പരിശുദ്ധാത്മ ഒരുക്കുന്നത് എനിക്ക് ആത്മാവിൽ കാണാം. എത്ര പേർക്ക് അത് ഏറ്റെടുക്കാൻ പറ്റും? ഹല്ലേലൂയ. അത് നിന്റെ കുടുംബത്തിലാണെങ്കിൽ ഇന്ന് രാത്രി നിന്റെ പേരിൽ ഒരു ആഘോഷം ദൈവം കുറിച്ചിട്ടുണ്ട്. നിന്റെ സഭയിലാണെങ്കിൽ നിന്റെ പേരിൽ ഒരു ആഘോഷം ദൈവം എഴുതി വെച്ചിട്ടുണ്ട്. സംഘടനയിലാണെങ്കിൽ നിന്റെ പേരിൽ ഒരു ആഘോഷം, ഈ പട്ടണത്തിലോ ജോലി സ്ഥലത്തോ ആണെങ്കിൽ നിന്റെ പേര് മാത്രം എഴുതി വെച്ചിരിക്കുന്ന ഒരു ഘോഷയാത്ര ആത്മാവിൽ ഞാൻ കാണുന്നു. എത്ര പേർക്ക് നന്ദിയോടെ കർത്താവിനെ ആരാധിക്കാം? നല്ല വൈദ്യൻ ഗിലെയാദിലെ നല്ല വൈദ്യൻ തൈല കൊമ്പുമായി ചിലരുടെ അടുക്കിലേക്ക് ഓടി വരുന്നു, ചില കുടുംബങ്ങളിലേക്ക് ഓടി വരുന്നു. നിന്റെ ഇടത്തും വലത്തും ഇരിക്കുന്നവർ അറിയാത്ത ആ മുറിവ് ഇന്ന് രാത്രി പാടുപോലുമില്ലാതെ, അല്ലെങ്കിൽ വിതൗട്ട് എ സ്കാർ ഇന്ന് രാത്രി സ്വർഗം ഉണക്കുന്നത് എനിക്ക് കാണാം. യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു, വർഷങ്ങൾ പഴക്കമുള്ള ആ മുറിവുകൾ ഇന്ന് രാത്രി ഉണങ്ങി മാറട്ടെ. ആത്മാവിൽ കർത്താവിനെ സ്തുതിച്ചോ? ഇന്നലെ ഓർപ്പിച്ച പോലെ പ്രസംഗം തീർക്കണം നിർബന്ധമൊന്നുമില്ല. പക്ഷേ ഇന്ന് രാത്രി ചില വിശ്വസ്തന്മാരുടെ മുറിവുകളെ യഹോവ പൊറുപ്പിക്കുന്ന രാത്രിയാ. വിശ്വസ്തന്മാരുടെ മുറിവുകളെ, 40 വർഷം പഴക്കമുള്ള മോശയുടെ മുറിവിനെ പേര് ചൊല്ലി വിളിച്ച് ദൈവം പൊറുപ്പിച്ചതുപോലെ 4 വർഷം പഴക്കമുള്ള, 3 വർഷം പഴക്കമുള്ള, 30 വർഷം പഴക്കമുള്ള ചില മുറിവുകളെ ഇന്ന് രാത്രി സ്വർഗം പൊറുപ്പിക്കുന്ന രാത്രിയാ. ആ കയ്പിന്റെ വേര് മനസ്സിൽ നിന്ന് മാറിപ്പോകട്ടെ. ആ വിദ്വേഷത്തിന്റെ വേര് പുറത്തോട്ട് ഇറങ്ങിപ്പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. തലകുനിച്ചു കളഞ്ഞ ആ നിരാശയുടെ ആത്മാവ് ഇന്ന് രാത്രി ശരീരം വിട്ട് പുറത്തു പോകട്ടെ. അകത്തെ ആ മുറിവ് ഇന്ന് രാത്രി ഇത് മാറത്തില്ലെന്ന് പറയുന്ന ആ സ്വയത്തിന്റെ പ്രഖ്യാപനം ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ ഇവിടെ അവസാനിക്കട്ടെ. ഇതാ യഹോവ ആരോഗ്യം നൽകുന്നു. ശരീരത്തിന്റെ വിടുതൽ മാത്രമല്ല, അതും നടക്കുന്നുണ്ട്. ഇന്ന് രാത്രി ആത്മാവിനെ നിയോഗിക്കുന്നത് ചില മാനസിക മുറിവുകളെ ഉണക്കുന്ന ആത്മപ്രവർത്തനം ഈ മുറിക്കകത്ത് നടക്കണം. കണ്ടും കേട്ടും ഹല്ലേലൂയ, ഹൃദയം മടുത്തുപോയി, ഇനിയൊന്നും വേണ്ട എന്ന് പറഞ്ഞ് ഇരുന്നു പോയ ചിലതിനെ വീണ്ടും കുതിച്ചെഴുന്നേൽപ്പിക്കുവാൻ ഇന്ന് രാത്രി ദൈവത്തിന്റെ പദ്ധതിയുണ്ട്. യാത്ര ചെയ്യുവാൻ വീണ്ടും കരുത്ത്, പ്രസംഗിക്കാൻ വീണ്ടും ദൂത്, പാട്ടുപാടുവാൻ വീണ്ടും ശക്തി, ഹല്ലേലൂയ, ആരാധിക്കാൻ വീണ്ടും ബലം തന്ന്, കൊടുക്കുവാൻ വീണ്ടും അധികാരം തന്ന്, അഭിഷേകം തന്ന്, ചിലതിനെ കിടന്നുപോയ ചിലതിനെ, വീണ് കിടന്ന ചിലതിനെ, ദുഃഖിച്ചു പോയ ചിലതിനെ ഇന്ന് രാത്രി ആത്മാവ് തട്ടി എഴുന്നേൽപ്പിക്കുക. അന്യഭാഷയെ നിറഞ്ഞവർക്ക് അന്യഭാഷയെ കർത്താവിനെ സ്തുതിക്കാം. അല്ലെങ്കിൽ ആത്മവരമുള്ളവർക്ക് ആത്മാവിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. മനസ്സ് മടുത്തവർക്ക്, മനസ്സ് ഇടിഞ്ഞവർക്ക് ഹൃദയം തുറന്ന് നന്ദി പറയാം.
അല്ലല്ലേ, കാലഘട്ടം അവസാനിച്ചിട്ടില്ല. ഇത് കാലഘട്ടത്തിന്റെ ആരംഭമാണ്. പുതിയ താളുകൾ എഴുതി ചേർക്കുന്ന പരിശുദ്ധാത്മാവ് അത് നിന്റെ പുസ്തകത്തിലുണ്ട്. പരിശുദ്ധാത്മാവ് ചെലലിയ ഹല്ലേലൂയ, അത് കൃപയുടെ മഷി കൊണ്ട് ചിലരുടെ ചരിത്രം പുതുക്കുന്ന രാത്രിയാണ്. യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു, ഒരറ്റം മുതൽ അങ്ങേയറ്റം വരെ അത് സംഭവിക്കട്ടെ. മനസ്സ് മടുക്കാതെ. How many of you are ready to receive that miracle right now in Jesus name? O shabala ribana mana hambere mahasiya amdiya ramana harkhara balatharadia amdal kadagana vaidamana. Ora kabahasi kamari halatere. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പാപത്തിൻ്റെ തൽക്കാല ഭോഗം എനിക്ക് വേണ്ട. മറുത്തു പറയുന്നത് എനിക്ക് വേണ്ട. ഹല്ലേലൂയ. എൻ്റെ സ്വയബുദ്ധി എനിക്ക് വേണ്ട. യേശുവിന് വേണ്ടി ഞാൻ കഷ്ടം സഹിച്ചോളാം. യേശുവിന് വേണ്ടി ഞാൻ കഷ്ടം സഹിച്ചോളാമെന്ന്. ക്രിസ്തുവിൻ്റെ കഷ്ടം, ക്രിസ്തുവിൻ്റെ ഹല്ലേലൂയ, ദൈവജനത്തിൻ്റെ കഷ്ടത ഹല്ലേലൂയ ഒന്ന് എണ്ണാൻ ഇന്ന് രാത്രി തയ്യാറാകണം. കർത്താവ് നിങ്ങളെ ചിലരെ അങ്ങനെ പ്രയോജനപ്പെടുത്താൻ ഞാൻ ആത്മാവിൽ വെളിപ്പാടോടെ അത് പറയുന്നത്. എനിക്ക് നന്നായിട്ട് അറിയാം, എൻ്റെ പ്രസംഗങ്ങളതിൻ്റെ തുടക്കം പോലും ആയിട്ടില്ല. പക്ഷെ ഇന്ന് രാത്രി പാപമെന്ന് പറയുന്ന ലോകത്തിൽ എഴുതപ്പെട്ട ചിലത് മാത്രമല്ല, കയ്പിൻ്റെ ഒരു വല്ലാത്ത വേര് ഹൃദയത്തിനകത്ത് ഉറച്ചുപോയി, ആഴത്തിൽ ഇറങ്ങിപ്പോയി. യേശു പറയുന്നു, കാട്ടത്തി പോലുള്ള ചിലത് ഇന്ന് രാത്രി പറഞ്ഞു മാറണം. യേശുവിൻ്റെ നാമത്തിൽ കാട്ടത്തി പോലെ ആഴത്തിൽ ഇറങ്ങിപ്പോയത് ഇന്ന് രാത്രി പറഞ്ഞു മാറിയിട്ട് വിശ്വാസത്തിൻ്റെ ചില പ്രവൃത്തികൾക്കായി ദൈവം നിങ്ങളെ ഒരുക്കിയെടുക്കാൻ പോയി. മോശ പറയുന്നു, ഫറവോൻ്റെ പുത്രിയുടെ പേര് ഒന്ന് പാപമായിരുന്നെങ്കിൽ, രണ്ട് പേരെനിക്ക് വേണ്ട, പദവി എനിക്ക് വേണ്ട. ഇതിൻ്റെ അർത്ഥം ലോകത്തിൽ സ്ഥാനം വേണ്ടെന്നോ മാനം വേണ്ടെന്നോ നല്ല പേരൊന്നും അല്ലല്ലോ ഇതിൻ്റെ അർത്ഥം. സ്തോത്രം. പിടിച്ചു വാങ്ങുന്നതൊന്നും എനിക്ക് വേണ്ട. പ്രതിഫലം നോക്കിയപ്പോൾ ഐ കമ്പയർഡ് ദ പ്രോഫിറ്റ് വിച്ച് ഐ ആം ഗോയിങ് ടു റിസീവ് ഫ്രം ദ ലോർഡ്. ഹല്ലേലൂയ. ഈ ലോകത്തിലുള്ള പേരും അതുകൂടെ വെച്ച് നോക്കിയപ്പോൾ അതിനാ വലിയ വെയിറ്റ് എന്ന് മനസ്സിലായി. ദൈവകാര്യങ്ങളിൽ എനിക്ക് ഈ വർഷം സമ്പന്നനാകണം. അതാണ് വിശ്വസ്തതയുടെ അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത്. ഐ നീഡ് ടു ബി റിച്ച് ടുവേഴ്സ് ദ തിങ്സ് ഓഫ് ഗാഡ്. ഹല്ലേലൂയ. ഒരു മനുഷ്യൻ ഹല്ലേലൂയ വിളയൊക്കെ നട്ടല്ലോ, നല്ല കാര്യമാണ്. സമ്പത്തുകൾ ദൈവം തരുന്നതാണ്. ഞാൻ എല്ലായിടത്തും പറയുന്നതാണ്. ഹല്ലേലൂയ. സമ്പത്ത് ശാപമാണെന്ന് പറയുന്നവരാണെങ്കിൽ അവർ ഭോഷന്മാരാണ്. എല്ലാവർക്കും സമ്പത്തുണ്ട്. അളവ് ദൈവം കൊടുക്കുന്നതനുസരിച്ച് അവരുടെ അധ്വാനത്തിൻ്റെ ഓരോരുത്തരെ ദൈവം വിശ്വസ്തരെന്നാണ്. പണം ഏൽപ്പിക്കുന്നത് വിശ്വസ്തരെന്നാണ്. എൻ്റെ 25-ാമത്തെ വയസ്സിൽ ഹല്ലേലൂയ എനിക്ക് ലഭിക്കാവുന്നതിനെക്കാട്ട് കൂടുതൽ പണം എൻ്റെ ദൈവം തന്നു. പക്ഷേ ഞാൻ വിശ്വസ്തനല്ലായിരുന്നു. എൻ്റെ അർത്ഥം അടിച്ചു പൊളിച്ച് കളഞ്ഞൊന്നുമല്ല. പക്ഷേ ഏൽപ്പിച്ചത് വിശ്വസ്തനല്ലാത്ത കൊണ്ട് അതുപോലെ ദൈവം എടുത്ത് മാറ്റി. എൻ്റെ കാര്യം പറഞ്ഞ കുഴപ്പമൊന്നുമില്ലല്ലോ. ഹല്ലേലൂയ. നിങ്ങൾ പണത്തിൽ വിശ്വസ്തരാണെങ്കിൽ ദൈവം നിങ്ങളെ പണം ഏൽപ്പിക്കും. പ്രസംഗത്തിൽ വിശ്വസ്തരാണ്, പ്രസംഗം ഏൽപ്പിക്കും. പാട്ട് വിശ്വസ്തരാണ്, എന്തിലാണോ വിശ്വസ്തത അത് ദൈവം നിങ്ങളെ എല്ലാവർക്കും എല്ലാം ദൈവം തരത്തില്ല. ഹല്ലേലൂയ. വിരോധമൊന്നുമില്ലല്ലോ ഇത്രയും പറഞ്ഞുകൊണ്ട്? ഉണ്ടല്ലോ, എനിക്കൊന്നുമില്ല. അപ്പം നമ്മൾ ഏതിൽ വിശ്വസ്തരാണോ അത് അല്പത്തിൽ വിശ്വസ്തരെ ദൈവം എന്ത് ചെയ്യും? അത് വചനത്തിൻ്റെ പ്രമാണമാണ്. അത് ഈ മണിയാണെങ്കിലും ആരോഗ്യമാണേലും പദവിയാണേലും സമ്പത്താണേലും ധനമാണേലും എല്ലാം. Wherever you are faithful in little things, God is able to give you exceedingly great and abundantly more than what you imagine. ചിന്തിക്കുന്നതിനപ്പുറത്തുള്ള കാര്യങ്ങൾ ദൈവം നമുക്ക് തരും. സ്തോത്രം. ഒരു മനുഷ്യനെ ഭൂമിയൊക്കെ നന്നായി വിളഞ്ഞിട്ട് സ്തോത്രമല്ലേ, അവൻ പറഞ്ഞിട്ട് കളപ്പുരയൊക്കെ കൂട്ടി വെക്കുക, നല്ല കാര്യം, അതിനൊന്നും ഒരു കുഴപ്പമില്ല. കാരണം അവൻ അധ്വാനിച്ചു, അവൻ കൃഷി വിളഞ്ഞാണ്. പക്ഷേ അവിടെ ഇരുന്നു കൊണ്ട് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റാ ദൈവത്തിന് ഇഷ്ടപ്പെടാഞ്ഞത്. ഹല്ലേലൂയ. സ്തോത്രം. ഇനിയുള്ള കാലം മുഴുവൻ എനിക്കൊരൊറ്റ സ്വപ്നമേ ഉള്ളൂ, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക. തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക. അതിനോട് ദൈവം ചേർത്ത് പറഞ്ഞു, നാളെ ചാകുമല്ലോ. സ്തോത്രം. അതാണ് ഏറ്റവും വലിയ ദൂതെന്ന് പറയുന്നത്. തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക. ദൈവവിഷയമായി സമ്പന്നരാകണം. സ്തോത്രമല്ലേയ്യ. തിന്നുന്നതും കുടിക്കുന്നതും ആനന്ദിക്കുന്നതും ഒന്നും ദൈവം എതിരല്ല, ദൈവികഹിതമായിരിക്കണം. പക്ഷേ നാളെ മരിക്കുമെന്നുള്ളൊരു ഉത്ബോധമില്ലെങ്കിൽ ജീവിതം ഇല്ലാതെയായി മാറും. സ്തോത്രമല്ലേയ്യ. അതുകൊണ്ട് ഇന്ന് രാത്രികാലം ഹല്ലേലൂയ ഇവിടെ പറയുന്ന പേരും പദവിയും പ്രശസ്തിയും ഒക്കെ ദൈവകൃപയുടെ മുകളിലാകരുതെന്നാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഈ അഭിമാനവും സാക്ഷിയൊക്കെ ചില സാക്ഷ്യങ്ങളൊക്കെ കേട്ട, ഞാൻ കുറേ സഭകളിലൊക്കെ ഇരുന്നിട്ടുണ്ട്. ഞാൻ പാർക്കുന്ന രാജ്യത്ത് അങ്ങനെ സാക്ഷ്യങ്ങളില്ലാത്തതിന് കുഴപ്പമൊന്നും. എന്നാലും ചിലർ എപ്പോൾ സാക്ഷ്യം പറഞ്ഞാലും ഞാൻ ആരാന്നാ പറയുന്നത്. സാക്ഷ്യം പറഞ്ഞു ഞാൻ ആരുമല്ലെന്ന് പറയണം. സ്തോത്രം. പൗലോസിന് ഇങ്ങനെ ഇടയ്ക്ക് ഒരു പ്രയാസം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണല്ലോ വേദപുസ്തകത്തിൽ എല്ലാം എഴുതി വെച്ചിരിക്കുന്നത് നമ്മുടെ ബുദ്ധി ഉപദേശത്തിന്. പൗലോസ് ആണെങ്കിൽ അല്ലെങ്കിൽ ഈ കൊരിന്ത്യ സഭയിലെ പ്രശ്നം മൂത്ത് കഴിഞ്ഞപ്പോൾ പൗലോസിനങ്ങ് ഭയങ്കര വിഷമമായി. അല്ല ഇത്രയും അധ്വാനിച്ചിട്ടും കഷ്ടപ്പെട്ടുണ്ടാക്കിയിട്ട് ഉമാരെല്ലാം കൂടെ എൻ്റെ തലയിൽ ഇങ്ങനെ കയറിയാണെങ്കിൽ ഇരിക്കട്ടെ അമാർക്ക് നല്ല ഡോസ് എന്നും പറഞ്ഞുകൊണ്ട് പൗലോസ് ഒരു ലേഖനം എഴുതി. ആ ലേഖനത്തിനകത്ത് പൗലോസ് പറഞ്ഞു, ഞാൻ ഏറ്റവും അധ്വാനിച്ചു, എല്ലാവരെക്കാട്ടി കൂടുതൽ പട്ടിണി കിടന്നു, എല്ലാവരെക്കാട്ടിൽ ഉറക്കളപ്പ് അനുഭവിച്ചു, ഞാൻ ഏറ്റവും അധ്വാനിച്ചു, പകലും വെയിലും ഒക്കെ കഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് എഴുതിയാണ്. അവിടെ കൊണ്ട് നിർത്തിയായിരുന്നെങ്കിൽ
മലയാളി പെന്തിക്കോസുകാരല്ലേ വിടുവോ? നമ്മളും എഴുതിയേനെ. ഞാൻ ഏറ്റവും കൂടുതൽ പൈസ കൊടുത്തു, ഞാൻ ഏറ്റവും കൂടുതൽ ഓടി, ഞാൻ ഏറ്റവും കൂടുതൽ നേടി, ഞാനാ ഇത് ചെയ്തത്, ഞാനാ ഇത് ചെയ്തതെന്ന്. പക്ഷേ കർത്താവ് പറഞ്ഞു ഇത്ര എഴുതിയത് കുഴപ്പമില്ല. കാരണം 2000 വർഷം കഴിയുമ്പോൾ ഹല്ലേലൂയ കോഴിക്കോട്ട് നിന്നും കൊല്ലത്ത് നിന്നും കുമ്പനാട് നിന്നും കോടഞ്ചേരിയിൽ നിന്നും മുളക്കഴയിൽ നിന്നൊക്കെ കുറച്ച് പേര് എഴുന്നേറ്റ് വരും. അവരും വായിച്ചിട്ട് പറയാതിരിക്കേണ്ടതിന് അതിനോട് ചേർന്ന് നീ ഇങ്ങനെ എഴുതിക്കൊള്ളണം, എങ്കിലും ഞാനാകുന്നത് കൃപയാലാകുന്നു. ഈ ഒരു പദം ചേർത്തിട്ട് എന്ത് വേണേലും പറഞ്ഞു. ഹല്ലേലൂയ. എൻ്റെ ആരോഗ്യം ദൈവത്തിൻ്റെ കൃപയാലാകുന്നു, എൻ്റെ മക്കൾ ദൈവത്തിൻ്റെ കൃപയാലാകുന്നു, എൻ്റെ കുടുംബം ദൈവത്തിൻ്റെ കൃപയാലാകുന്നു, എൻ്റെ ജോലി ദൈവത്തിൻ്റെ കൃപയാലാകുന്നു, എൻ്റെ ധനം ദൈവത്തിൻ്റെ കൃപയാലാകുന്നു. കൃപയ്ക്കകത്ത് പൊതിഞ്ഞതാണ് എൻ്റെ എല്ലാം അനുഗ്രഹമെന്ന് പറയുന്നവരാണ് വിശ്വസ്തന്മാർ. ഹല്ലേലൂയ. ദൈവം നമ്മോട് ഇത് പറയുന്നതിൻ്റെ കാരണം ദൈവസ്നേഹത്തിൻ്റെ വലിപ്പം നിങ്ങൾ അറിയണം. പ്രൈസല്ലേ. പാപത്തിൻ്റെ തൽക്കാല ഭോഗം എനിക്ക് വേണ്ട. പാപനിമിത്തം ഉണ്ടാകുന്ന താൽക്കാലിക സുഖം, കയ്പ് നിമിത്തം, വിദ്വേഷ നിമിത്തം, കൂട്ടുകെട്ട് നിമിത്തം, അവിശുദ്ധി നിമിത്തം ഉണ്ടാകുന്ന മൊമെൻ്ററി പ്ലഷർ എനിക്ക് വേണ്ട. എനിക്ക് വേണ്ടത് നിലനിൽക്കുന്ന ദൈവിക സമ്പത്താണ്. ഹല്ലേലൂയ. താൽക്കാലികമായ പേര് നിമിത്തം ദൈവനാമത്തിന് ദുഷ്ടവികം വരുവാണെങ്കിൽ അതിനേക്കാൾ എനിക്ക് വലുത് ക്രിസ്തീയ പ്രതിഫലമാണ്. മൂന്നാമത്തത് ഹല്ലേലൂയ എവിടെ പറയുന്നത്? ഹല്ലേലൂയ എന്താ പറഞ്ഞത്? ഹല്ലേലൂയ ഈ ലോകത്തിലെ സകല നിക്ഷേപങ്ങൾ നീ തുടങ്ങി വെച്ച ഹല്ലേലൂയ അതിനേക്കാൾ ക്രിസ്തുവിൻ്റെ നിന്ന വലിയ ധനമെന്നാണ് വിശ്വസ്തന്മാരുടെ തെളിവ്. ദേ കൗണ്ട് ദ റിപ്രോച്ച് ഓഫ് ക്രൈസ്റ്റ് ആസ് ദ ഗ്രേറ്റ് റിച്ചസ്. യേശുവിൻ്റെ നിന്ന എന്താ? പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഇത് പറയുന്ന ആരെക്കുറിച്ചാ? മോശയെക്കുറിച്ചാണ്. ഏകദേശം 4000 വർഷം, ക്രിസ്തുവിന് 4000 വർഷം മുമ്പ് ജീവിച്ചിരുന്നൊരു മനുഷ്യനെ കുറിച്ചാണ് പറയുന്നത്. അവൻ അന്നേ വിശ്വാസ കണ്ണുകൊണ്ട് ക്രിസ്തുവിൻ്റെ നിന്ന കണ്ടെന്ന്. ഹല്ലേലൂയ. എന്താ ഈ ക്രിസ്തുവിൻ്റെ നിന്ന? ജനിച്ച നാള് തൊട്ട് കാൽവറി ക്രൂശിൽ അവസാനത്തുള്ളി രക്തം ഊറ്റി വരുന്നവരെയും നിന്ന അനുഭവിച്ച ഇതുപോലൊരു ജന്മം ഭൂമിയിലില്ല. യേശുവിൻ്റെ മരണം നമ്മൾ വിളിച്ചു പറയുന്നത് യേശുവിൻ്റെ മനുഷ്യത്വവും യേശുവിൻ്റെ ഉയർപ്പ് നമുക്ക് തരുന്ന തെളിവ് യേശുവിൻ്റെ ദൈവത്വമാണ്. ആവർത്തിക്കുന്നു, യേശുവിൻ്റെ മരണം അവനൊരു മനുഷ്യനായതുകൊണ്ട് മരിക്കേണ്ടി വന്നു. ഹല്ലേലൂയ. യേശുവിൻ്റെ ഉയർപ്പ് അവൻ ദൈവമായതുകൊണ്ട് മരണത്തിന് അവനെ കീഴ്പ്പെടുത്താൻ കഴിഞ്ഞില്ല. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അവിടെ നിന്നുകൊണ്ട് നാം പഠിക്കുന്ന പാഠം ഇതാണ്. യേശുവിൻ്റെ നിന്ന ജനനത്തിങ്കൽ ഹല്ലേലൂയ വിവാഹം നിശ്ചയം കഴിഞ്ഞപ്പോഴേ ഉദരത്തിൽ ഉരുവായതുകൊണ്ട് ജനനത്തിൽ തന്നെ അപ്പൻ ഉപേക്ഷിക്കുവാൻ തീരുമാനിച്ച ജാരസന്തതി എന്ന അപമാനത്താലാണ് യേശു വളർന്നു വന്നത്. ഇന്ന് രാത്രി ക്രിസ്തുവിൻ്റെ നിന്ന വലിയ ധനമെന്ന് എണ്ണുന്ന ഭക്തന്മാർ ഇതൊക്കെ തിരിച്ചറിയണം. നിങ്ങളെക്കുറിച്ച് അപവാദം പറയുമ്പോൾ നിക്ഷേപമേറുന്ന ഈ ആക്ഷേപങ്ങൾക്കായി എത്ര പേർ നന്ദിയോടെ സ്തോത്രം പറയും? ആരോ എന്തോ മുഖം കറുത്തെന്ന് പറഞ്ഞിട്ടല്ലേ, ആരോ ഒന്ന് കൈതരാഞ്ഞിട്ടല്ലേ, ആരോ ഒന്ന് ചിരിക്കാഞ്ഞിട്ടല്ലേ നിങ്ങളിങ്ങനെ വാടിയിരിക്കുന്നത്? ഇന്ന് രാത്രി ക്രിസ്തുവിൻ്റെ ധനത്തെ, ക്രിസ്തുവിൻ്റെ നിന്നയെ നിക്ഷേപമെന്ന് എണ്ണിയാൽ ഈ മുഖത്തെ വാട്ടം മാറും, നമ്മുടെ കോട്ടം മാറും. അത് നല്ല വിശ്വസ്തന്മാരുടെ തെളിവാണ്. ഇന്ന് രാത്രി കാലം തിരിച്ചറിയണം. പാപികളുടെ സ്നേഹിതൻ എന്ന് പറഞ്ഞാണ് യേശുവിനെ വിളിച്ചത്. ചുങ്കക്കാരുടെയും പാപികളുടെ സ്നേഹിതൻ. പാപത്തിൽ പിറന്നവനെ, പാപത്തിൽ തകർന്നവനെ ആലിംഗനം ചെയ്തതിൻ്റെ പേരിൽ, അവരോട് ഭക്ഷണം കഴിച്ചതിൻ്റെ പേരിൽ ചുങ്കക്കാരുടെ സ്നേഹിതനെന്ന് പറഞ്ഞ് ആക്ഷേപിച്ചു. നിനക്ക് ഭൂതമുണ്ട്, ബെയോൾസെബൂലിനെ കൊണ്ടാണ് നീ ഭൂതങ്ങളെ പുറത്താക്കുന്നത് എന്ന് പറഞ്ഞ് യഹൂദന്മാർ ആക്ഷേപിച്ചു. അവൻ്റെ സഹോദരന്മാർ അവനെ വിശ്വസിക്കാത്ത കാലഘട്ടം, അവനെ കൊല്ലുവാൻ കല്ലെറിയുന്ന ആക്ഷേപങ്ങൾ, ജീവിതയാത്ര മുഴുവൻ ശിഷ്യന്മാർ പോലും പലപ്പോഴും അവനോട് കയർത്ത് സംസാരിച്ചിട്ടുണ്ട്. ഒടുവിൽ ഹല്ലേലൂയ കാൽവരി ക്രൂശിൽ വെച്ച് എത്ര പേരെ ആക്ഷേപിക്കുന്നത് തന്നെ. ഹല്ലേലൂയ ഈ നിന്നയെല്ലാം കേട്ടിട്ടും ഹല്ലേലൂയ തന്നെ ശകാരിച്ചിട്ട് പകരം ശകാരിക്കാതെ, കഷ്ടമനുഭവിച്ചിട്ട് ഭീഷണം പറയാതെ, ന്യായമായി വിധിക്കുന്നവങ്കിൽ കാര്യം പരമേൽപ്പിച്ച ക്രിസ്തുവിലുള്ള ഭാവം തന്നെ നമ്മിലും ഉണ്ടായിരിക്കട്ടെ. ഇന്ന് രാത്രി ഇത് തിരഞ്ഞെടുപ്പാൻ എത്ര പേര് തയ്യാറാകും? ഹല്ലേലൂയ. മാനവജാതിയെ സ്നേഹിച്ച് സ്വർഗ്ഗമഹിമങ്ങളെ വെടിഞ്ഞ് ഈ താണലോകത്തിലേക്ക് ഇറങ്ങി വന്ന ആ ക്രിസ്തുവിൻ്റെ സ്നേഹം എന്നെ നിർബന്ധിക്കുന്നു. ഇന്ന് രാത്രി ആരോടുള്ള എൻ്റെ ആ കയ്പ് മാറിപ്പോക്കട്ടെ. പരിശുദ്ധാത്മാവിനെ ആ പദം അർപ്പിക്കുന്നു. ഹല്ലേലൂയ. നമ്മെ സ്നേഹിച്ച ദൈവസ്നേഹത്തെ, ക്രൂശിനെ ഉയർത്താതെ എനിക്ക് പ്രസംഗം പറയാൻ നിർത്താൻ കഴിയത്തില്ല. ഹല്ലേലൂയ. പാപത്തിൽ പിറന്ന മാനവജാതിയെ സ്വർഗത്തിലേക്ക് ഉയർത്തുവാൻ സ്വർഗ്ഗമഹിമകളെ വെടിച്ച് മണ്ണിലേക്ക് ഇറങ്ങി വന്ന് മണ്ണിൽ പിറന്ന മനുഷ്യൻ്റെ രൂപമെടുത്തുകൊണ്ട് ഹല്ലേലൂയ ഞാനാകുന്നവൻ ഞാനാകുന്നുവെന്ന് ഹോരേ പർവ്വതത്തിൽ മുഴക്കിയ ദൈവശബ്ദം ഞാൻ അല്ലാതായി മാറി. മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ട് ത്യജിക്കപ്പെട്ട് വ്യസനപാത്രമായി, രോഗം ശീലിച്ചവനായി, തകർന്നവനായി, ഉടഞ്ഞവനായി, കണ്ടാൽ തിരിച്ചറിയാത്ത പോലെ വിരൂപനായി മാറിയത് എന്തിനു വേണ്ടിയാ? എന്നെയും നിങ്ങളെയും പാപത്തിൽ നിന്ന്, അകൃത്യത്തിൽ നിന്ന്, ശാപത്തിൽ നിന്ന് ദൈവത്തിൻ്റെ നിത്യപ്രകാശത്തിലേക്ക് ഉയർത്തുവാനാണെങ്കിൽ ഇന്ന് രാത്രി ആ സ്നേഹത്തിനപ്പുറത്തൊരു സ്നേഹമില്ലെന്ന് തിരിച്ചറിയണം. നെവർ എക്സ്പെക്ട് ലവ് ഫ്രം അതേഴ്സ്. മറ്റുള്ളവരിൽ നിന്ന് സ്നേഹം പ്രതീക്ഷിക്കരുത്. ഭാര്യ സ്നേഹിക്കുന്നു, സന്തോഷം, സ്തോത്രം. ഭർത്താവ് സ്നേഹിക്കുന്നു, നല്ലത്. കുഞ്ഞുങ്ങളുടെ സ്നേഹം നല്ലത്. പക്ഷേ ഇവരാരും നിത്യസ്നേഹം നമുക്ക് തരത്തില്ല.
അല്ലല്ലേ, കർത്താവ് മാത്രമേ എൻ്റെ കൂടെ കാണത്തുള്ളൂ. വിശ്വസ്തന്മാർ ആരുടെയും സ്നേഹം സ്വപ്നം കാണത്തില്ല. വിശ്വസ്തന്മാർ ആരുടെയും കൈത്താങ്ങലിന് വേണ്ടി കാത്തിരിക്കത്തില്ല. വിശ്വസ്തന്മാർ ആരുടെയും അനുകമ്പയ്ക്ക് വേണ്ടി ഓർത്തിരിക്കത്തില്ല. കാരണം വിശ്വസ്തന്മാർക്കറിയാം നല്ലവനും വിശ്വസ്തനുമായവനെ ചേർത്ത് പിടിക്കുന്ന ഒരു സ്നേഹത്തിൻ്റെ കരം സ്വർഗത്തിലുണ്ട്. എത്ര പേർക്ക് ഇന്ന് രാത്രി നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കാം? എന്തൊരു സ്നേഹം ഇത്, നീണം ചൊരിഞ്ഞു മരിച്ചിടുവാൻ. എന്തൊരു സ്നേഹമിത്, നീണം ചൊരിഞ്ഞു മരിച്ചിടുവാൻ. ദൈവനന്ദനനി നരരെ കരുതി ജഡമെടുപ്പതിന മനസാ. ദൈവനന്ദനനി നരരെ കരുതി ജഡമെടുപ്പതിന മനസാ. അവൻ താഴ്ചയിൽ നമ്മളെ ഓർക്കുകയാ, താൻ പദവി വെടിഞ്ഞിതുഹാ. അവൻ താഴ്ചയിൽ നമ്മളെ ഓർക്കുകയാ, താൻ പദവി വെടിഞ്ഞിതുഹാ. അത്ഭുത സ്നേഹമിത്, നമുക്കാഗ്രഹിക്കാവതിലും. അത്ഭുത സ്നേഹമിത്, നമുക്കാഗ്രഹിക്കാവതിലും. അവനപ്പുറമാ ചെയ്ത സൽക്രിയയ മരക്കുരിശതിൽ കാണുന്നു ഞാൻ. അവനപ്പുറമാ ചെയ്ത സൽക്രിയയ മരക്കുരിശതിൽ കാണുന്നു ഞാൻ. അവൻ താഴ്ചയിൽ നമ്മളെ ഓർക്കുകയാ, താൻ പദവി വെടിഞ്ഞിതുഹാ. അവൻ താഴ്ചയിൽ നമ്മളെ ഓർക്കുകയാ, താൻ പദവി വെടിഞ്ഞിതുഹാ. ആ ദൈവസ്നേഹം കാണുന്നത് മരക്കുരിശിലാണ്. കാൽവരി ക്രൂശിൽ അർത്ഥനഗ്നനായി കയ്പ് കാടി കുടിച്ചവനായി സകലതും നഷ്ടപ്പെട്ടവനെ പോലെ സ്വന്തം പിതാവും കൈവിട്ടപ്പെട്ടവനായി കിടന്നത് എന്നെ ദൈവസ്നേഹം കൊണ്ട് നിറയ്ക്കാൻ വേണ്ടിയാണ്. വിശ്വസ്തന്മാരെ ഇന്ന് രാത്രി ദൈവത്തിന് ആവശ്യമുണ്ട്. വിശ്വസ്തന്മാരെ ദൈവത്തിന് ആവശ്യമുണ്ട്. എന്തിനാ? അല്ലെ, ക്രിസ്തുവിനുള്ള ഭാവം തന്നെ നമ്മളിൽ പ്രദർശിപ്പിക്കുവാൻ. ഹല്ലേലൂയ. ഞാനൊരു സുവിശേഷ പ്രസംഗനായതുകൊണ്ട് എൻ്റെ മുന്നിലിരിക്കുന്നത് ആത്മീയ സമൂഹമാണ്. ദൈവദാസൻ ഓർപ്പിച്ച പോലെ എനിക്ക് നല്ല വെളിപ്പാടുണ്ട്. എങ്കിലും എൻ്റെ സുവിശേഷ ആത്മാവിൽ ചോദിക്കട്ടെ, ക്രിസ്തു എനിക്ക് വേണ്ടി മരിച്ചു, എൻ്റെ പാപത്തിനു വേണ്ടി തകർക്കപ്പെട്ടു. എന്നെ ദൈവമകനാക്കി മാറ്റുവാൻ, ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിലാക്കുവാനാണ് യേശു കാൽവറിയിൽ നിണം ചൊരിഞ്ഞു മരിച്ചതെന്ന് ഞാൻ ഹൃദയം കൊണ്ട് വിശ്വസിച്ചു വാഗൊണ്ട് ഏറ്റു പറഞ്ഞു. ശേഷിക്കുന്ന കാലം ഒരു ദൈവ പൈതലായി, പെന്തക്കോസ്തുകാരൻ ഞാൻ പറഞ്ഞില്ല, അതൊരു അനുഭവമാണ്, ഒരു ദൈവ പൈതലായി ജീവിക്കുവാൻ ഞാൻ തീരുമാനിക്കുന്നുവെന്ന് എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഇന്ന് രാത്രി ലൈവായി ഇതിനകത്തോ ഓൺലൈനിൽ കൂടെ വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കാര്യം ഒന്ന് ഉയർത്തി സമർപ്പിക്കാമോ? എനിക്കറിയാം ദൈവമക്കൾ എൻ്റെ മുമ്പിൽ ഇരിക്കുന്നത്, എങ്കിലും സുവിശേഷകൻ എന്ന നിലയിൽ എനിക്കിത് ചോദിച്ചേ മതിയാകൂ. അല്ല, ആരെങ്കിലും ഇന്നുവരെ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചിട്ടില്ലെങ്കിൽ, ഇന്നുവരെ യേശുവിൻ്റെ സ്വന്തം രക്ഷിതാവെന്ന് ഹൃദയം കൊണ്ട് അംഗീകരിച്ച് ഞാൻ വാഗൊണ്ട് ഏറ്റു പറഞ്ഞിട്ടില്ലെങ്കിൽ, ഇന്ന് രാത്രി ഞാൻ തീരുമാനിക്കുന്നു, ഇന്ന് മുതൽ യേശു മാത്രം എൻ്റെ കർത്താവ്. ആരെങ്കിലും ഉണ്ടെങ്കിൽ കരങ്ങൾ ഉയർത്താമല്ലോ. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. ഇനി ഞാൻ ഒരു സ്റ്റെപ്പും കൂടെ ചേർന്ന് യോജിക്കുന്നു. ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തെക്കുറിച്ച് എനിക്ക് നല്ല അറിവുണ്ട്. ഞാൻ പോകുന്ന സഭയിൽ, സംഘടനയിൽ, വേദപുസ്തകത്തിൽ ഞാൻ വായിച്ചു കേട്ടു, യേശുവിൻ്റെ ക്രൂശ് മരണം എനിക്ക് വേണ്ടിയായിരുന്നു. അങ്ങനെ യേശുവിൻ്റെ ക്രൂശ് മരണം എൻ്റെ ജീവിത യാത്രയിൽ ഒരു ഉടമ്പടിയായി ഞാൻ സ്വീകരിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ മരണത്തോടും കഷ്ടാനുഭവങ്ങളോടും പുനരുത്ഥാനത്തോടും ഏകീഭവിക്കപ്പെടുന്ന നിമജ്ഞന സ്നാനം എന്ന വിശ്വാസ സ്നാനം ജലത്തിൽ ഇതുവരെ ഞാൻ സ്വീകരിച്ചിട്ടില്ല. ഇന്ന് രാത്രി വചനത്തിൻ്റെ മുമ്പാകെ എന്നെ സമർപ്പിച്ച് ക്രിസ്തുവിനോട് ചേരുവാൻ, ക്രിസ്തുവിനെ ധരിപ്പാൻ ഞാൻ സ്നാനത്തിന് തയ്യാറാണെന്ന് ആരെങ്കിലും ഇന്ന് രാത്രി തീരുമാനിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങളെ ഒന്ന് ഉയർത്താമോ? സ്തോത്രം. എനിക്ക് ലഭിക്കുന്ന അടുത്ത അവസരത്തിൽ ഐ എം റെഡി ടു ഒബേ ദ വാട്ടർ ബാപ്റ്റിസം. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ നിന്ന ചുമക്കുന്നവരെ ഇന്ന് രാത്രി വേണം. ലോകം നിങ്ങളെ വെറുത്തേക്കാം, ലോകം നിങ്ങളെ ത്യജിച്ചേക്കാം. ക്രിസ്തുവിൻ്റെ നിന്ന വലിയ ധനമെന്നെണ്ണുന്ന ഒരു കൂട്ടം ആൾക്കാരെ ഇന്ന് രാത്രി ദൈവത്തിന് ആവശ്യമുണ്ട്.
എൻ്റെ പ്രസംഗത്തിൻ്റെ അവസാന ഭാഗത്തിലേക്ക് വേഗം ഓടി ഇന്ന് രാത്രി കടന്നു വരട്ടെ. മോശ ദൈവഗ്രഹത്തിലൊക്കെ വിശ്വസ്തനായിരുന്ന 3 കാര്യങ്ങൾ: 1, പാപത്തിൻ്റെ തൽക്കാല ഭോഗം വേണ്ട, ദൈവജനത്തിൻ്റെ കഷ്ടം മതി. 2, പദവി, പേര്, ഇതിനപ്പുറത്ത് ക്രിസ്തു തരുന്ന പ്രതിഫലമാണ് വലുത്. 3, മിസ്രൈമിലെ എണ്ണിക്കൂടുന്ന നിക്ഷേപങ്ങൾ, ഹല്ലേലൂയ, പിരമീഡോളം ഉയരുന്ന നിക്ഷേപങ്ങൾ, ഇതിനപ്പുറത്ത് ക്രിസ്തുവിൻ്റെ നിന്ന വലിയ ധനമെന്ന് ഞാൻ എണ്ണുന്നു. തീരുമാനവും പ്രതിഷ്ഠയും എന്നെ ഒരു കരുത്തനാക്കി മാറ്റുന്നു. ഇന്ന് രാത്രികാലം ഞാൻ ഈ ഭാഗം നിങ്ങളോട് ചോദിച്ച് എൻ്റെ വാക്കുകൾക്ക് വേഗം വിരാമം കുറിക്കാം. വിശ്വസ്തരായി മണ്ണിൽ ജീവിച്ചുകൊണ്ട് ചില പുത്തൻ തീരുമാനങ്ങൾ ഇന്ന് രാത്രി എടുക്കുവാൻ എത്ര പേര് തയ്യാറാകും? ഹല്ലേലൂയ. When I step out of this sanctuary, I will walk out as a brand new person. ഒരു പുതിയ വ്യക്തിയായിട്ട് എനിക്ക് പുറത്തിറങ്ങണം. ഇന്നലെ വരെ കണ്ട ഭർത്താവല്ല ഞാൻ, ഒരു പുതിയ ഭർത്താവായിട്ട്. ഇന്നലെ വരെ കണ്ട ഭാര്യയല്ല, ഒരു പുതിയ ഭാര്യയായിട്ട്. ഇന്നലെ വരെ ഒരു മകനായി ജീവിച്ച സ്വഭാവമല്ല, ഒരു വ്യത്യസ്തനായി. ദൈവദാസന്മാരായി ഞങ്ങൾക്കും ഈ തീരുമാനം എടുക്കാം. ഐ വോണ്ട് ടു ബി സംതിങ് ട്രാൻസ്ഫോംഡ്, അല്ലെങ്കിൽ എ ട്രാൻസ്പെറൻറ്റ് മിനിസ്റ്റീരിയൽ ലൈഫ് ടു എക്സിബിറ്റ് ബിഫോർ ദ പീപ്പിൾ. ജനത്തിൻ്റെ മുമ്പാകെ അല്ലെങ്കിൽ വളരെ സുതാര്യമായ, ഒരു ഒളിവും മറയുമില്ലാത്തൊരു ജീവിതം കാഴ്ചവെക്കുവാൻ എനിക്ക് താല്പര്യമുണ്ട്. ഒരു തീരുമാനം എടുത്തിട്ട് ഇന്ന് രാത്രി മടങ്ങിപ്പോകാവൂ. അങ്ങനെ തീരുമാനിക്കുന്നവരെ കൈവിടാത്തൊരു ദൈവം. സ്തോത്രം, ഹല്ലേലൂയ. അതുകൊണ്ടാണ് സ്തേഫനാസ് തൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞത്, ഏതു മോശയെ ഇവർ ആര് നിന്നെ അധികാരിയാക്കി എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞു, അവരുടെ നടുവിലേക്ക് അധികാരിയും ന്യായകർത്താവുമാക്കി ദൈവം മടക്കി അയച്ചത്. തീരുമാനമെടുത്തവരെ ആദരിക്കുന്ന ഒരു ദൈവം അന്നും ഇന്നും ഉണ്ടെന്നേ. സ്തോത്രമല്ല. ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളോട് ചോദിച്ചാൽ അറിയാം, കർത്താവിന് വേണ്ടി തീരുമാനമെടുത്തത് കൊണ്ട് മാത്രമാണ് ദൈവം നമ്മെ ആദരിച്ചത്. ലോകം എനിക്ക് വേണ്ട, ലോകത്തിന് ഇമ്പം വേണ്ട, പോകണം യേശുവിൻ്റെ പാതയിലെന്ന് ആത്മാവിൽ ഉടമ്പടിയെടുത്ത ഭക്തന്മാരുടെ തലമുറകൾക്കൊന്നും തിരിഞ്ഞു നോക്കുവാൻ ദൈവം അവസരം കൊടുത്തിട്ടില്ല. ഹല്ലേലൂയ. നാം വിട്ടിട്ട് പോകുന്ന സംസ്കാരങ്ങൾ, നാം വിട്ടിട്ട് പോകുന്ന മണിമകുടങ്ങളായ അമ്പര ചുംബികളായ ആരാധനാലയങ്ങൾ, അതിൻ്റെയൊക്കെ മഹത്വം തിരിഞ്ഞു നോക്കിയാൽ അബ്രഹാമിനെ പോലെ നമുക്ക് വിളിച്ചു പറയാം, വിട്ടുപോകുന്നവനെ ഓർത്തിരുന്നുവെങ്കിൽ മടങ്ങിപ്പോകുവാൻ 100 അവസരങ്ങളുണ്ടായിരുന്നു. പക്ഷേ അതിലും നല്ലത്, ശ്രേഷ്ഠമായതൊന്ന് മുന്നിൽ കണ്ടു. അതിൻ്റെ പേരാ വിശ്വാസയാത്ര. ഇന്നും കാലിടറാതെ വിശ്വാസയാത്രയിൽ പദമുയർത്തി പദം വെച്ച് നടക്കുന്ന അഭിഷിക്തന്മാർ ഈ മണ്ണിലുമുണ്ടല്ലോ എന്നോർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. കേരളത്തിൻ്റെ മണ്ണ് വിട്ടിട്ടും അറേബ്യൻ മരുഭൂമിയിലെ തിരക്കേറിയ ജീവിതത്തിലും ആത്മീയം കൈമോശം കളയാതെ കൊണ്ടു നടക്കുന്ന ഭക്തന്മാരെ, നിങ്ങളുടെ മുമ്പിൽ തുറക്കപ്പെടുന്ന ദൈവത്തിൻ്റെ വിശാല വഴികളെ ഞാൻ ആത്മാവിൽ കണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. യഹോവ വിശ്വസ്തന്മാരെ കാക്കുന്നു എന്നൊരു പദം വചനത്തിലുണ്ട്. യഹോവ വിശ്വസ്തന്മാരെ കാക്കുന്നു. 80-ാമത്തെ വയസ്സിൽ മടങ്ങി വരുന്ന മോശ കരുത്തോടെ മടങ്ങി വരുന്നത്. മോശ കണ്ട ഒരു കാഴ്ചയും കൂടെ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാൻ പോകുകയാണ്. നമുക്ക് ഒരുമിച്ച് ഇന്ന് രാത്രി അല്പസമയം പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. മോശ കണ്ട കാഴ്ച ഇതായിരുന്നു, മുൾപ്പടർപ്പിൽ കത്തുന്ന ദൈവ തേജസ്. ഹല്ലേലൂയ. മോശ തൻ്റെ ജീവിതം ഒന്ന് നോക്കി. മുൾപ്പടർപ്പിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് ദൈവം മോശയോട്, എല്ലാവർക്കും പരിചയമുള്ള ഒരു പദം പറഞ്ഞ് അവസാനം പ്രാർത്ഥിക്കാൻ പോവുകയാണ്. മോശയോട് ദൈവം ചോദിച്ചു, വാട്ട്സ് ഇൻ യുവർ ഹാൻഡ്? കുഞ്ഞെ, നിൻ്റെ കയ്യിൽ എന്താ ഇരിക്കുന്നത് പറഞ്ഞു. ഇവിടെ നിന്ന് എല്ലാവരും ഒന്ന് പറഞ്ഞിട്ട് അറിയാവുന്നെന്ന് പറഞ്ഞാൽ എന്താ കയ്യിൽ? മോശയോട് ദൈവം ചോദിച്ചില്ലേ, നിൻ്റെ കയ്യിൽ എന്താ? മോശ എന്താ പറഞ്ഞു? ഒരു വടി എന്ന് പറഞ്ഞു. 3 അർത്ഥങ്ങൾ ആ വടിക്കുള്ളത് എനിക്ക് മനസ്സിലായി. ഒന്ന്, ഇതൊരു രാജകുമാരൻ്റെ വടിയാണ്. 40 വർഷക്കാലം ഇസ്രയേലിലെ രാജകുമാരിയുടെ വളർത്തുമകനായി കൊട്ടാരത്തിൻ്റെ സകല പ്രതാപത്തോടും കൂടെ ജീവിച്ച ഇതൊരു രാജകുമാരൻ്റെ വടിയാണ്. പക്ഷേ ഇതിനൊന്നും വിലയില്ല. ഹല്ലേലൂയ. പേര് മാത്രമേ ഉള്ളൂ. ഇന്ന് പലപ്പോഴും നമുക്കങ്ങനെ പിടി മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. വെറും ഹല്ലേലൂയ, ഒരു വിലയുമില്ലാത്തവരായി കറിവേപ്പില പോലെ നിന്നെ പുറത്ത് കളഞ്ഞു. ഒരു ഹല്ലേലൂയ, വെറും പിടിവള്ളിയായി മാത്രം ഒരു രാജകുമാരൻ്റെ വടി. അധികാരമില്ല ഇതിനല്ലേ, ആഡംബരമില്ല ഇതിൻ്റെ മേലല്ലേ, ഒന്നുമില്ലാത്തൊരു വടി. 2, ഇതൊരു കൊലപാതകൻ്റെ വടിയാണ്. എൻ്റെ അഡ്രസ്സ് കളഞ്ഞ, എൻ്റെ പേര് കളഞ്ഞു. അന്നേരത്തെ ആവേശത്തിന്, എൻ്റെ സ്വന്തം ബുദ്ധിയാൽ, എൻ്റെ സ്വന്തം കഴിവിനാൽ ഹല്ലേലൂയ മിസ്രയീമിനെ അടിച്ചൊതുക്കി മണലിൽ മറവ് ചെയ്താൽ ഇസ്രായേൽ ജനത്തിന് വിടുതലുണ്ടാകുമെന്ന് ഞാൻ വ്യർത്ഥ സ്വപ്നം കണ്ട എൻ്റെ വ്യർത്ഥ ബുദ്ധിയുടെ വടിയാ, എൻ്റെ സ്വയബുദ്ധിയുടെ വടിയാ, എൻ്റെ പക്വതയില്ലായ്മയുടെ വടിയാ ഇത്. 3-ാമത് ഹല്ലേലൂയ അവൻ പറയുന്നു, ഇതൊരു ആട്ടിടയൻ്റെ വടിയാ. കഴിഞ്ഞ 40 വർഷമായി മിദ്യാൻ മരുഭൂമിയിൽ അമ്മായിയപ്പൻ്റെ ആടുകളെ മാത്രം മേയിക്കുവാൻ കൊണ്ടു നടന്ന വടിയാ. ഇതിൻ്റെ ചരിത്രം എന്താണെങ്കിലും ഇന്ന് രാത്രി ദൈവത്തിന് വിഷയമല്ല. ഇതൊരു രാജകുമാരൻ്റെ വടി എന്നൊരു പ്രതാപകാലം നിനക്കുണ്ടായിരുന്നു. ഇന്ന് ആ പ്രതാപത്തിന് തിളക്കമില്ല. ഒരു കുലപാതകൻ്റെ വടി എന്നൊരു പഴയ പരാജയ ചരിത്രം നിനക്കുണ്ട്. പക്ഷേ ഇന്ന് രാത്രി അതോർത്ത് ഭാരപ്പെടേണ്ട. ഇതൊരു ആട്ടിടയൻ്റെ വടി എന്ന് പറയുന്ന ഒരു ഇല്ലായ്മയുടെ, എളിമയുടെ ഒരു ചരിത്രം നിനക്കുണ്ട്. അത് ഓർത്തും ഭാരപ്പെടേണ്ട. തമ്പുരാൻ ആവശ്യപ്പെടുന്നത്, കത്തുന്ന മുൾപ്പടർപ്പിൽ അത് നീ എൻ്റെ മുമ്പിൽ ഇടാൻ തയ്യാറാണോ?
ഹല്ലേലൂയ. എല്ലാ കണ്ണുകളും അടച്ചിട്ട് പ്രാർത്ഥനയ്ക്കായി ചില മിനിറ്റുകൾ നമ്മൾ എടുക്കാൻ പോകുകയാണ്. പുസ്തകങ്ങളൊക്കെ മടക്കി വെച്ചോ. ആർ യു റെഡി ടു ലേ ഡൗൺ ദാറ്റ് സ്റ്റാഫ് ദാറ്റ് യു ആർ ഹോൾഡിംഗ് ഇൻ യുവർ ഹാൻഡ് ബിഫോർ മീ? ഇന്ന് രാത്രി കത്തുന്ന അഗ്നിക്ക് മുമ്പാകെ, കത്തുന്ന മുൾപ്പടർപ്പിന് മുമ്പാകെ, കത്തുന്ന തേജസ്സിന് മുമ്പാകെ ഈ വടി നിലത്തിടുവാൻ നീ തയ്യാറാണെങ്കിൽ ഞാൻ നിനക്കൊരു മർമ്മം വെളിപ്പെടുത്തി തരാം. എത്ര പേര് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കും? എല്ലാവരും സ്തോത്രം ചെയ്ത് തുടങ്ങിക്കോ. പരിശുദ്ധാത്മാവ് ഒരു ദൂത് നിങ്ങളോട് കൈമാറാൻ പോകുക. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെയും തലയിൽ കൈവച്ച് ദൈവശബ്ദം പറയുന്നത് പോലെ ആത്മാവ് ഇന്ന് രാത്രി എല്ലാ ദൈവദാസന്മാരോടും എല്ലാ ദൈവദാസിമാരോടും ഒരു സന്ദേശം കൈമാറാൻ പോകുകയാണ്. കത്തുന്ന മുൾപ്പടർപ്പിൽ ദൈവത്തിൻ്റെ തേജസ്സിൻ്റെ മുമ്പിൽ വിശുദ്ധ സ്ഥലത്ത് ചെരുപ്പ് മടിച്ചു മാറ്റിയിട്ട് സമർപ്പണത്തോടെ ആ മനുഷ്യൻ തൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചിരുന്ന കഴിഞ്ഞ 40 വർഷം പഴക്കമുള്ള ഹല്ലേലൂയ എത്തും പിടിയും കിട്ടാത്ത ഉത്തരമില്ലാത്ത ചോദ്യങ്ങളായി നിൽക്കുന്ന ഭാവി എന്തെന്നറിയാത്ത ആ വടി നിലത്തിട്ടപ്പോൾ ഇതാ ഒരു കാഴ്ച. ആ വടി പെട്ടെന്ന് സർപ്പമായി മാറി. ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ ദൂത് പറയുന്നു, കഴിഞ്ഞ 40 വർഷമായി നിന്റെ അധികാരം കളഞ്ഞത്, നിന്റെ അഭിഷേകം ചോർത്തിക്കളഞ്ഞത്, നിന്റെ ശുശ്രൂഷ കളഞ്ഞു കുളിച്ചത് നിന്റെ വടിയിൽ ചുറ്റിയിരുന്ന ഒരു സർപ്പശക്തിയാ. ഇന്ന് രാത്രി അത് ആത്മാവിൽ പുറത്തു വരാൻ പോകുക. യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്നു, അങ്ങനെ സംഭവിക്കട്ടെ. നീ പോലും അറിയാതെ നിന്റെ ശുശ്രൂഷയെ വരിഞ്ഞു മുറുക്കിയ, നീ പോലും അറിയാതെ നിന്റെ കുടുംബജീവിതത്തെ തല മുതൽ പെരുവിരൽ വരെ ചുറ്റിക്കെട്ടിയ, നീ പോലും അറിയാതെ നിന്റെ കുഞ്ഞിൻ്റെ മേൽ ചുറ്റിപ്പറ്റിയ ആ അശുദ്ധ ശക്തികൾ ഇന്ന് പകൽക്കാലം വിശുദ്ധ സ്ഥലത്ത് ആത്മീയ അഗ്നിക്ക് മുമ്പാകെ ഇന്ന് രാത്രി അത് ഇഴഞ്ഞു പുറത്തു പോകുന്നത് ഞാൻ ആത്മാവിൽ കണ്ട് സ്തോത്രം ചെയ്യുന്നു. എത്ര പേർ അന്യഭാഷകളോടെ ഹല്ലേലൂയ നല്ലതുപോലെ പഠിച്ചു വന്നത് പെട്ടെന്ന് ഒരു ദിവസം ബുദ്ധിയില്ലാത്തവനെ പോലെ പെരുമാറുന്നു. ഒരു വര വരച്ചിട്ട് ഇതിനപ്പുറത്ത് പോകരുതെന്ന് പറഞ്ഞ് അവൻ്റെ ബുദ്ധിയുടെ മണ്ഡലത്തിൽ ഒരു സർപ്പശക്തി ചുറ്റിക്കെട്ടിയിരിക്കുന്നു. ഇന്ന് രാത്രി നിന്നെ കുലപാതകനെ പോലെ കോപിഷ്ഠനാക്കി മാറ്റി, നിന്റെ ഭർത്താവിനെ സ്വഭാവ ദൂഷ്യമുള്ളവനാക്കി മാറ്റി, നിന്റെ ഭാര്യയെ സംശയ രോഗിയാക്കി മാറ്റി, നിന്റെ കുഞ്ഞിനെ അസ്ഥിരതയുള്ളവനാക്കി മാറ്റി, നിന്റെ ശുശ്രൂഷ വിജയിക്കാതെ 4 പേരുമായി ഒതുക്കിക്കളഞ്ഞ ആ ഹല്ലേലൂയ വടിയുടെ മേൽ ചുറ്റിയിരിക്കുന്ന സർപ്പശക്തി ഇന്ന് രാത്രി യേശുവിൻ്റെ നാമത്തിൽ ഈ കത്തി വെളിപ്പെടുന്ന സ്വർഗീയ അഗ്നിക്ക് മുമ്പാകെ പുറത്തു വരുന്ന കാഴ്ച എത്ര പേർ ആത്മാവിൽ കണ്ട് സ്തോത്രം ചെയ്യും? പാപത്തിന്റെ തൽക്കാല ഭോഗം വേണ്ട എന്ന് വെച്ച ദൈവദാസ, അല്ലല്ല, മിസ്രൈമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനമെന്നെണ്ണിയ ദൈവദാസി, അല്ലല്ല, ഫറവോന്റെ പുത്രിയുടെ പേരിനേക്കാൾ സ്വർഗീയ പ്രതിഫലത്തിന് വേണ്ടി അധ്വാനിക്കുന്ന സഹോദര, നിന്റെ പ്രവൃത്തിയെ ചുറ്റിയിരിക്കുന്ന, നിന്റെ കൈയുടെ മേൽ ചുറ്റിയ, നിന്റെ കാലിന്റെ മേൽ ചുറ്റിയ, നിന്റെ നോട്ടത്തിന് മേൽ ചുറ്റിയ, നിന്റെ ആദരത്തെ കെട്ടിയ ആ സർപ്പവ്യാപാരം, അന്യായത്വങ്ങൾ ഇന്ന് രാത്രി ആത്മീയ ആരാധനയ്ക്ക് മുമ്പിൽ വെളിപ്പെട്ടു വരികയാണ്. എല്ലാവർക്കും ദിവസം എഴുന്നേറ്റ് നിൽക്കാം. കരങ്ങൾ അടിച്ചുകൊണ്ട് ആത്മാവിൽ അന്യഭാഷയോടെ നൃത്തത്തോടെ സ്തോത്രത്തോടെ ഇന്ന് രാത്രികാലം ചിലതിനെ വാലിൽ പിടിച്ചെടുത്തിട്ട് ഒരു ദൈവത്തിന്റെ വടിയുമായി മടങ്ങുന്ന കാഴ്ച ഞാൻ ആത്മാവിൽ കാണുന്നു. ഹല്ലേലൂയ. അതിനെ വാലിൽ പിടിച്ചെടുക്കുവാൻ കൽപ്പിച്ചു. നീ ഭയപ്പെട്ടോടിയതിനെ, നിന്നെ പരാജയപ്പെടുത്തിയതിനെ ഇന്ന് രാത്രി പിടിച്ചെടുക്കുന്ന ഒരു ദൈവശക്തി എത്ര പേർ ആത്മാവിൽ അത് ഏറ്റെടുക്കും? ഞാൻ എൻ്റെ കുടുംബം തിരിച്ചു പിടിക്കാൻ പോകുക. ഞാൻ എൻ്റെ കുഞ്ഞിനെ തിരിച്ചു പിടിക്കാൻ പോകുക. എൻ്റെ ശുശ്രൂഷ 20 വർഷം മുമ്പ് വേദപഠനശാലയിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ എനിക്കുണ്ടായിരുന്ന ദർശനത്തെ അന്യായത്തങ്ങൾ ചുറ്റിനിരിക്കുന്നു. ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ തിരിച്ചു പിടിക്കാൻ പോകുക. എൻ്റെ കുഞ്ഞിൻ്റെ വിദ്യാഭ്യാസം ഞാൻ തിരിച്ചു പിടിക്കാൻ പോകുക. എൻ്റെ സ്വഭാവം ഞാൻ തിരിച്ചു പിടിക്കാൻ പോകുക. നല്ല നാക്ക് എനിക്കുണ്ടായിരുന്നു, എന്തോ കയ്പ് നിമിത്തം എൻ്റെ അതരം തുറന്നാൽ പിറുപിറുപ്പ് പരാതി മാത്രം പറയുന്നു. ഇന്ന് രാത്രി ഈ അതരം ഞാൻ തിരിച്ചു പിടിക്കാൻ പോകുക. യേശുവിൻ്റെ നാമത്തിൽ ഒരിക്കൽ പ്രസംഗിക്കാൻ നിന്നാൽ വചനത്തിൻ്റെ വെളിപ്പാടുകൾ അത് പുറത്തേക്ക് വരുമായിരുന്നു. ഇന്ന് ഒരു വിക്ക് പോലെ, മോശയുടെ വിക്ക് പോലെ, മോശയുടെ ഹല്ലേലൂയ തടവ് പോലെ ഹല്ലേലൂയ വാക്കുകൾ പുറത്തോട്ട് വരുന്നില്ല. തുടങ്ങിയിടത്ത് അവസാനിക്കുന്നു. അതിൽ ചുറ്റിയിരിക്കുന്ന സർപ്പശക്തി ഇന്ന് രാത്രി യേശുവിൻ്റെ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ. ഷിബാന റിഖാനാദഗന. ഒരു ജോലി സ്ഥലത്ത് നീ ചെന്നാൽ നിന്റെ കൈകൊണ്ടുള്ള പ്രവൃത്തിക്ക് അവരെപ്പോഴും കൈയടിക്കുമായിരുന്നു. എങ്ങനെ ഈ മിടുക്കൻ? എന്നാൽ പെട്ടെന്ന് ഒരു ദിവസം ഹല്ലേലൂയ എന്ത് ചെയ്താലും താളപ്പിഴ പോലെ തുടങ്ങിയിടത്ത് അവസാനിക്കുന്നു. അതിൽ ചുറ്റിയിരിക്കുന്ന ആ സർപ്പശക്തി ഇന്ന് രാത്രി ആത്മാവിൽ അഴിഞ്ഞു മാറുന്നത് ഞാൻ വിശ്വാസ കണ്ണോടെ കാണുന്നു. ഈ ഹല്ലേലൂയ ഓഗസ്റ്റ് മാസം 7-ാം തീയതി രാത്രിയിൽ ദൈവദാസന്മാർ, അഭിഷിക്തന്മാർ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇഴഞ്ഞു പോകുന്ന സർപ്പശക്തികൾ ഏദൻ തോട്ടത്തിൽ നുഴഞ്ഞു കയറിയതുപോലെ നിന്റെ കുടുംബജീവിതത്തിൽ നുഴഞ്ഞു കയറി, നിന്റെ തലയുടെ മേൽ നുഴഞ്ഞു കയറി ഇന്ന് രാത്രി അതിനെ വാലിൽ പിടിച്ചെടുക്കുന്ന ഒരു അഭിഷേകം. ഹല്ലേലൂയ. ഇറ്റ്സ് നോട്ട് ലിറ്ററലി ഐ ആം സ്പീക്കിംഗ് അബൌട്ട് ദ സ്നേക്ക്, ഐ ആം സ്പീക്കിംഗ് അബൌട്ട് ദ ഡോമിനേറ്റിംഗ് ടെറിട്ടോറിയൽ പവർ ഓഫ് ദി സിറ്റി. പട്ടണ ഭൂതങ്ങളെ, അന്ധകാര ശക്തികളെ, അസൂയയുടെ ആത്മാവിനെ ഇന്ന് രാത്രി ആത്മാവിൽ കരനീട്ടി പിടിക്കുവാൻ എത്ര പേര് തയ്യാറാകും?
ആരും മൗനമായിരിക്കരുത്. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. യു ക്യാൻ ഫീൽ നിങ്ങളുടെ ദേഹത്തുനിന്ന് അത് അഴിഞ്ഞു പോകുന്നത്, നിങ്ങളുടെ ആദരത്തിൽ നിന്ന് അത് ഒഴിഞ്ഞു മാറുന്നത്, കുടുംബത്തിൽ നിന്ന് അത് പുറത്തേക്ക് പോകുന്നത് ഞാൻ ആത്മാവിൽ കാണുന്നു. ആലയത്തിനകത്ത് ആത്മാക്കൾ വരാതെ വാതുക്കൽ കുറുകെ കിടക്കുന്ന അല്ലെങ്കിൽ സർപ്പശക്തികളെ ഇന്ന് രാത്രി ആത്മാവിൽ മെതിക്കുന്ന രാത്രിയാ. യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു, അങ്ങനെ സംഭവിക്കട്ടെ. ശാസിക്കുവാൻ അധികാരമുള്ളവർ യേശുവിന്റെ നാമത്തിൽ ശാസിച്ചാട്ടെ. പേര് പറഞ്ഞ്, ഹല്ലേലൂയ, നിന്റെ പേര് പറഞ്ഞ് എഴുതി വെച്ചിരിക്കുന്ന ചിലതൊക്കെ ഇന്ന് രാത്രി സ്വർഗം തിരുത്തുന്നു. യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു, അങ്ങനെ സംഭവിക്കട്ടെ. ആത്മാവിൽ ശാസിച്ചോ. അഭിഷിക്തന്മാരാ നിങ്ങള്, അല്ലല്ലേ വേറെ ആരും വന്ന് നിങ്ങളുടെ കലയെ തൊടണ്ട. യു ആർ അനോയിന്റഡ്, യു ആർ അനോയിന്റഡ്. ഇന്ന് രാത്രി നീ അതിരം തുറന്ന് പറഞ്ഞാൽ പാപത്തിന്റെ തൽക്കാല ഭോഗത്തെ ആത്മാവിൽ ശാസിച്ചാട്ട്, മിസ്രയീമിലെ നിക്ഷേപത്തോടുള്ള ആർത്തിയെ ആത്മാവിൽ ശാസിച്ചാട്ട്, ഹല്ലേലൂയ, പേരിനോട് പദവിയോടുള്ള ലോകത്തിന്റെ മോഹങ്ങളെ ആത്മാവിൽ ശാസിച്ചിട്ട് ക്രിസ്തുവിന്റെ നിന്ദയ്ക്ക് വേണ്ടി ഒരു ഒരുക്കം ഇന്ന് രാത്രി ജനത്തിനുണ്ടാകട്ടെ.